എന്താ അജ്മല, ടെക്സ്റ്റ് ഒക്കെ നോക്കിയോ? കുറച്ചൊക്കെ നോക്കി, കംപ്ലീറ്റ് നോക്കാൻ പറ്റിയില്ല. ജനറേഷൻ്റെ ഒരു സംഭവമൊക്കെ കുറച്ചധികം വായിച്ചു നോക്കി. കുറച്ചധികം വായിക്കാനുണ്ട്. അപ്പൊ കുറച്ച് ഇപ്പോഴേ നിങ്ങൾ വായിച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഒന്ന് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു പോകും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ടേ ഇപ്പൊ എടുക്കാൻ കഴിയുള്ളൂ, അറിയാലോ. നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ് വായിക്കുന്നത്. ഇമ്പോർട്ടന്റ് പറയുന്നത് മാത്രം നോക്കിയാൽ പോരെ, ഞാനൊന്നും അധികം നോക്കണ്ടല്ലോ. വേണ്ട, ഇതുവരെയുള്ള ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നതാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺവേർഷൻ ആണ് പഠിച്ചത്. കൺവേർഷൻ കംപ്ലീറ്റ് ആക്കി. അതിൽ ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല, എന്നാലും അതിൽ ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയോ എല്ലാവരും? ഈ പേപ്പർ BCS 011 അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? എന്താ എലിയ മനോജ് എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യാ? ഹർഷിത, ഗായത്രി, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒക്ടൽ അല്ലെങ്കിൽ ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാ, ഡെസിമൽ ടു ബൈനറി, അതേപോലെ തിരിച്ചും അല്ലേ, ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിൽ ചെറിയൊരു കാര്യം കൂടെ, ചെറിയൊരു ഭാഗം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹെക്സാ ഡെസിമൽ ടു ബൈനറി. ഹെക്സാഡെസിമൽ ടു ബൈനറി വളരെ ഈസിയാണ്. എന്നാലും നമുക്ക് ചെറിയ ഓരോരോ എക്സാമ്പിൾ ചെയ്ത് നോക്കിയപ്പോൾ പോയാൽ അത് നിങ്ങൾക്ക് അത് തറവായിരിക്കും. പിന്നെ അത് എക്സാമിന് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഏതാണെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതുക. കൺവേർട്ട് 2D5 ബേസ് വാല്യൂ 16, അതായത് ഹെക്സാഡെസിമൽ നമ്പർ, ടു ആൻ ഇക്വലന്റ് ബൈനറി നമ്പർ. 2D5 എന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ കേസിൽ നമ്മൾ എന്താ ചെയ്യാം, ഈ ഹെക്സാഡെസിമലിനെ നമ്മൾ നേരിട്ട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നോർമൽ കേസിൽ നമ്മൾ ചെയ്യുക. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഹെക്സാഡെസിമലിനെ നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് നോട്ട് ബുക്ക് കയ്യിലുണ്ടാവുമല്ലോ, ചെയ്തിട്ട് ആൻസർ റിപ്ലൈ ചെയ്യുക. അല്ലാത്തവർ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഓരോ ഡിജിറ്റിൻ്റെയും, അതായത് 2D5 എന്നതിൽ ഓരോ ഡിജിറ്റിൻ്റെയും 4-bit ഇക്വലന്റ് ബൈനറി നമ്പർ എഴുതി വെക്കുക. മനസ്സിലായില്ലേ? 4-bit ഇക്വലന്റ് ബൈനറി നമ്പർ. അങ്ങനെ പറയാൻ കാരണം 16 എന്ന് പറഞ്ഞാൽ 2ന്റെ പവറാണ് അല്ലെ, 2⁴ ആണ് 16. അതുകൊണ്ട് 4-bit നമ്മൾ ഓരോ ഡിജിറ്റിനെയും കൺവേർട്ട് ചെയ്ത് എഴുതി വെക്കുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്കൊരു ഒക്ടൽ വാല്യൂ തന്നിട്ട് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറയാറുണ്ട്. അപ്പോഴും നമ്മൾ ഈ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുക. ഓരോ ബൈനറി എഴുതി, അതായത് ഒക്ടൽ, അതായത് 8 മീൻസ് 2⁵ ആണ്. അതുകൊണ്ടാണ് 3-bit ബൈനറി നമ്പർ എഴുതുന്നത്. അപ്പോൾ 2D5ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ നിങ്ങൾ എഴുതി നോക്കുക. അറിയാത്തവർ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 2ന്റെ കറസ്പോണ്ടിങ് ബൈനറി 4-bit എഴുതുക, Dന്റെ കറസ്പോണ്ടിങ് ബൈനറി 4-bit എഴുതുക, 5ന്റെ കറസ്പോണ്ടിങ് ബൈനറി 4-bit ആക്കി എഴുതുക. അതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ. ഓക്കെ,
അപ്പം അത് പിന്നെ അതൊന്നും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അറിയാത്തവരുണ്ടോ? അത് ചെയ്യാൻ അറിയാത്തവരുണ്ടോ? അറിയാത്തവരുണ്ടെങ്കിലൊന്ന് പറയാം, അപ്ലൈ ചെയ്യാം. അല്ലാത്തവർ ചില കുട്ടികളൊക്കെ ഇങ്ങനെ എഴുതി കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരം കാണുന്നവരെ കാണുന്നുള്ളല്ലോ. ബാക്കി കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ പുസ്തകവും പേനയൊന്നും കയ്യിലില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള പേപ്പറാണിത്. നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിടരുത്. നമ്മൾ ഈ ഒരു 2 മണിക്കൂർ നിങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്ത് എന്തായാലും നിങ്ങൾ ഇതിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്നൊന്ന് ചെയ്ത് നോക്കി ഒരു പ്രാവശ്യം ചെയ്താൽ അത് നമുക്ക് നല്ല എഫക്റ്റീവ് ആവും എക്സാമിന്, ഒരു സംശയമില്ല. അതിലിപ്പം ഗായത്രി, ഐശ്വര്യ, അജ്മല, വൃന്ദ ഈ ഗേൾസ് മാത്രമേ ഉള്ളൂ? എവിടെ പോയി ബാക്കി എല്ലാവരും ഇതിൽ ഓൺലൈനിൽ വന്നു കഴിഞ്ഞിട്ട് മുങ്ങിയോ? അശ്വിൻ, ബിൻസൺ ബിനോയ്, എലിയ മനോജ് ഇതൊക്കെ എവിടെ പോയി? ഇതൊന്നും ആൻസർ ചെയ്യുന്നത് കാണുന്നില്ല. എന്തായാലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും 2ന്റെ കറസ്പോണ്ടിങ് ബൈനറി 0010 ആണ് അല്ലേ? ഡിന്റെ കറസ്പോണ്ടിങ് ബൈനറി 1101. 5 is 0101 അല്ലേ? ഇത് ഒരുവിധം എല്ലാവർക്കും അറിയണതാണ്. 15 വരെയുള്ള ഡെസിമൽ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്മളെ മനസ്സിലുണ്ടാവണം പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി കണ്ടെത്തുക, എന്നിട്ട് അത് എഴുതി വെക്കുക. അപ്പം ഇത് ഗ്രൂപ്പ് ചെയ്ത് അവിടെ എഴുതി വെക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ കേട്ടോ. ഓക്കെ, പിന്നെന്താ? ഹലോ, അച്ഛനെന്തൊക്കെ പറയാൻ ചോദിക്കുന്നത്? ഓക്കെ, പിന്നെ അപ്പം അത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കുറേ പേര്. ബിൻസൺ, ഏലിയ, വൃന്ദ, അജ്മല, ഐശ്വര്യ, ഗായത്രി ഇതൊക്കെ ചെയ്തു. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്ക്. ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് തരുന്നുണ്ട്, എന്നിട്ട് നിങ്ങളത് ചെയ്തൊന്ന് എഴുതി കാണിച്ച് തരുന്നില്ല, മെസ്സേജ് സെൻഡ് ചെയ്യണില്ല പലരും അല്ലേ? എന്തായാലും അപ്പം നമ്മൾ ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ഇതേപോലെ നിങ്ങൾ ഞാനൊരു ഒക്ടൽ നമ്പർ തരാം, അതിന് ചെയ്യാം. ഓക്കെ, ടു ത്രീ ഫൈവ് 235. ഞാൻ 2 സ്റ്റെപ്പായിട്ട് ബുക്ക് ചെയ്താൽ മതിയെങ്കിൽ 2 കമ്പാർട്ട്മെന്റ് ആവുന്നുള്ളൂ. 235 എത്ര പേരാ? 2 ബൈനറി കിട്ടുള്ളൂ തോന്നുന്നു. നോക്കട്ടെ, ഒരേ കമ്പാർട്ട്മെന്റ് ആക്കി കിട്ടും. കൺവേർട്ട് 235 ടു ബൈനറി. 235 എന്ന് പറയുന്നത് ഒക്ടൽ നമ്പറാണ്. അതിനെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് എഴുതി
സെൻഡ് ചെയ്യും. ഒക്ടലാക്കുമ്പം 3 ബിറ്റ് ആണ് വേണ്ടത് കേട്ടോ. ഒക്ടലാക്കുമ്പം 3 ബിറ്റ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ 2�3 ആണ് 8. അതുകൊണ്ട് ഒക്ടൽ എഴുതുമ്പം 3 ബിറ്റ് ആണ് എഴുതേണ്ടത്. ആൻസർ 010 011 101. ഓക്കെ, എന്നിട്ട് അതിന്റെ ബേസ് വാല്യൂ എഴുതണം കേട്ടോ, നിർബന്ധമായിട്ട് എഴുതണം. ബേസ് വാല്യൂ നമ്മൾ ബ്രാക്കറ്റിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബേസ് വാല്യൂ നിർബന്ധമായിട്ട് എഴുതണം. കാരണം ഈ നമ്പർ നമ്മളിപ്പോൾ ഈ എഴുതുന്ന നമ്പർ 10 എന്നുള്ള ഡിജിറ്റ് എല്ലാ നമ്പർ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ബേസ് വാല്യൂ എഴുതൽ നിർബന്ധമാണ്. എക്സാം എഴുതുമ്പോൾ എക്സാമിനൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ബേസ് വാല്യൂ നിർബന്ധമായിട്ട് എഴുതണം. ഓക്കെ, എങ്കിലേ അത് ബൈനറി ആയിട്ടും ഒക്കെ നമ്മൾ അത് വായിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ഒരു ഹെക്സാഡെസിമലിനെയും ഒരു ഒക്ടലിനെയും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഒരു ബൈനറി വാല്യൂ തന്നു കഴിഞ്ഞാൽ, ഒരു ബൈനറി നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലും അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടലും ചെയ്ത് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ ഗ്രൂപ്പ് ചെയ്യും. ഹെക്സാഡെസിമലിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ ഗ്രൂപ്പിലും 4 ബിറ്റ് നമ്പേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, ഓരോ ഗ്രൂപ്പിലും 4 ബിറ്റ് നമ്പേഴ്സ്. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എടുത്ത് എഴുതി വെക്കുക. അതായിരിക്കും അതിന്റെ ഹെക്സാഡെസിമൽ നമ്പർ. ഇനി അതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ അല്ലെ, അതിലെ ഒരു ചെറിയൊരു ഡൗട്ടുള്ളൂ. ബാക്കിയൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്ത് പോകരുത്. അപ്പം നമുക്ക് ആൻസർ തെറ്റും. അപ്പം നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ശരിക്കും അതിന്റെ ഡെഫിനിഷൻ പറയാം, ഗ്രൂപ്പ് ഫ്രം ദ ഡെസിമൽ പോയിന്റ് എന്നാണ് പറയുക. ഡെസിമൽ പോയിന്റ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം ഗ്രൂപ്പിംഗ് എന്നാണ്. അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് നമുക്ക് തന്നതെങ്കിൽ, അതായത് പോയിന്റ് ഒന്നും ഇല്ലാത്ത സാധാ ഒരു നോർമൽ നമ്പർ ആണ് തന്നതെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങണം. അപ്പം അതിന് വേണ്ടി ഒരു ചെറിയൊരു സംശയം ചോദിക്കുന്ന ഒരു ചെറിയൊരു, അതായത് നമ്മൾ ചെറിയൊരു കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്, 10 എന്നുള്ളൊരു നമ്പർ അല്ലെങ്കിൽ 101 എന്നുള്ള ഒരു ബൈനറി നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ, അതിന്റെ പോയിന്റ് വാല്യൂ, അതായത് ഇൻറ്റീജർ വാല്യൂ ആണ് ഈ 101 എന്ന് പറയുന്നത്, അതിന്റെ പോയിന്റ് വാല്യൂ ഡെസിമൽ വാല്യൂ എത്രയായിരിക്കും? അതായത് ഫ്രാക്ഷണൽ പാർട്ട് അതിന്റെ എന്തായിരിക്കും? 101ന്റെ 0 അല്ലേ? 0 ആയിരിക്കുമല്ലോ. അത് നമുക്കറിയാം. അതായത് 101.0 എന്നാണ് ശരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാ ഡെസിമൽ നമ്പർ ആണെങ്കിൽ 10 എന്നുള്ളൊരു നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു പോയിന്റ് വാല്യൂ ഉണ്ട്, 10.0 എന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങുക എങ്ങനെ? ഫ്രം ദ ഡെസിമൽ പോയിന്റ് എന്നാണ് പറയുക. സ്റ്റാർട്ടിങ് ഫ്രം ദ ഡെസിമൽ പോയിന്റ് വി ക്യാൻ ഗ്രൂപ്പ്
ഈച്ച് ബിറ്റ് എന്നാണ് പറയാം. മനസ്സിലായില്ലേ? ഫ്രം ദ ഡെസിമൽ പോയിന്റ്, അത് പ്രത്യേകം നിങ്ങൾ ഓർത്ത് വെക്കുക, പലർക്കും തെറ്റുന്നതാണ് അത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ചിലർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഗ്രൂപ്പിംഗ് തുടങ്ങും. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ബിറ്റിലും, അതായത് ഓരോ ഗ്രൂപ്പിലും 4 ബിറ്റ് വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അപ്പം നമുക്ക് തരുന്ന ബൈനറി നമ്പറിൽ ചിലപ്പം അത്രയും ബിറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു സീറോസോ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാൻ തരാം, അത് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ സീറോസ് ആഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ ഗ്രൂപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സീറോ ആഡ് ചെയ്യുക. ലാസ്റ്റ് ഗ്രൂപ്പിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ സീറോ ആഡ് ചെയ്ത് പോവുക. അപ്പൊ അതെന്താണ്, അത് നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇൻറ്റീജർ വാല്യൂ മാത്രമല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരാം, പോയിന്റ് ഉള്ള നമ്പേഴ്സ് ഒക്കെ തരും. മനസ്സിലായില്ലേ? അപ്പൊ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. 1010 0111 1011 ബൈനറി. ഇതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ഒന്ന് എഴുതി വെക്കുക. നമ്പർ തരാം. 1010 011 1011. ഇതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലും അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടലും ഒന്ന് എഴുതി നോക്കുക. മനസ്സിലല്ലേ? ഹെക്സാഡെസിമൽ ആകുമ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പിലും 4 ബിറ്റ് കൊടുക്കുക. ഒക്ടൽ ആവുന്ന കേസിൽ ഓരോ ഗ്രൂപ്പിലും 3 ബിറ്റ് ആഡ് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എടുത്ത് എഴുതി വെക്കുക. അതായിരിക്കും ആൻസർ. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ പേപ്പറിൽ എഴുതി വെക്കുക, എഴുതി നോക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ചിലരൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹെക്സാഡെസിമൽ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? A7 B എന്നും, ഒക്ടൽ ആണെങ്കിൽ 5173.
എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അത് ഇപ്പം നിങ്ങൾ എഴുതേണ്ട എക്സാം എഴുതുന്ന സമയത്ത് ബേസ് വാല്യൂ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. ബേസ് വാല്യൂ നിർബന്ധമാണ്, അത് നിർബന്ധമായിട്ടും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അത് നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ ഗ്രൂപ്പ് ചെയ്ത് കൺവേർട്ട് ചെയ്താൽ മതി. അല്ലാതെ അത് വീണ്ടും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ അതിനെ വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തോളാം. ഈ പോയിന്റുള്ള വാല്യൂ തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇതേപോലെ തന്നെ സ്വന്തം സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് ഡെസിമൽ പോയിന്റ് എന്ന് കിട്ടിയാൽ പിന്നെ അതിലൊരു ഡൗട്ടും വരില്ല, നമുക്കതിൻ്റെ ഗ്രൂപ്പിങ്ങിൽ ഒരു പ്രശ്നവും വരില്ല. അത് ചെയ്ത് നോക്കാം. ഇതായില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൺവേർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആണെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റിലുള്ള ഒരു നമ്പർ കൂടെ ഞാൻ തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ഒന്ന് കണ്ടെത്തി നോക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം, എന്നാൽ പോയിന്റ് ഉള്ളത് നമുക്ക് തീരെ കൺഫ്യൂഷൻ വരില്ല. ഒരു ക്വസ്റ്റ്യൻ തരാം. ഒന്ന് ചെയ്ത് നോക്കാം. 1101 0111 101.0111 ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഒന്ന് കണ്ടുപിടിക്കാം. ഇതൊരു പോയിന്റുള്ള നമ്പറാണ്. നമ്മൾ ഗ്രൂപ്പിംഗ് തുടങ്ങുമ്പം ഇൻഡിവിജ്വൽ പാർട്ടിനെ ഗ്രൂപ്പ് ചെയ്യുക. പോയിന്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഡെസിമൽ പാർട്ടിനെ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. പോയിന്റിൽ നിന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കാണ് ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ ഇൻഡിവിജ്വൽ പാർട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിജിറ്റിൻ്റെ കുറവ് നമുക്കതിൽ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിംഗ് തുടങ്ങി ലാസ്റ്റിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അവസാനത്തെ ആ ഗ്രൂപ്പിങ്ങിൽ 3 ബിറ്റേ നമുക്ക് ഉണ്ടാവുള്ളൂ ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങിയാൽ. അപ്പോൾ അവസാനം എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ നമ്പറിനൊരു മാറ്റവും വരുത്തൂല. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് റിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്തത് ആൻസർ കിട്ടിയിട്ടുണ്ട് പലർക്കും. 6BD. ഹലോ 0.7 ഹെക്സാഡെസിമൽ നമ്പർ. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ?
എന്നിട്ടും കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യുന്നുള്ളൂ. ഗായത്രി, വൃന്ദ, മോനതേ ട്രെയിനോട് ബുക്ക് സുമല, ബാക്കി പേരൊന്നുമില്ല. ഒരുപാട് പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. പലരും എന്താ ഒരു റിപ്ലൈ ചെയ്യാത്തത്? വൃന്ദ, അല്ല മുഹമ്മദ് ഷബാബ്, ജവാദ് അലി, വിൻസൻ ബിനോയ്, അത് അരുൺ, നോക്കട്ടെ, അത് സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം. ഇതൊക്കെ ഇവിടെ പോയി? ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചാലേ വരുള്ളൂ. വേറെ സ്ഥലത്തുനിന്നാ കേറുക. അപ്പൊ ചിലപ്പോ എന്തായാലും കൺവേർഷൻ അവിടെ നിർത്തുകയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, വേറെ ഇതിലേക്ക് മാറും. 2 നമ്പർ നിങ്ങൾ 5 സ്റ്റാൻഡേർഡ് എടുത്താലോ? കോഡ് പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ആസ്കി ആൻഡ് യൂണിക്കോഡ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആസ്കി യൂണിക്കോഡും ചോദിച്ചിട്ടുണ്ട്. അത് എന്തായാലും പഠിച്ചിരിക്കണം. എന്താണ് ആസ്കി, എന്താണ് യൂണിക്കോഡ് എന്ന് പഠിക്കാം. നമുക്കറിയാം ആസ്കിന്റെ ഫുൾ ഫോം എല്ലാവർക്കും ഏകദേശം അറിയുന്നതാണ്. ആസ്കിന്റെ ഫുൾ ഫോം അറിയുന്നതാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. സർവീസ് ചാർജ് കുറച്ചേ വരുള്ളൂ. ടിക്കറ്റ് ഞാൻ ഇവിടെ എടുത്ത് വെക്കണം എന്ന് മാത്രം. അങ്ങനെ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാനോ ഒന്നും പറ്റൂല. ഒരു ഏജന്റിനെ അന്ന് നമ്മൾ ഏൽപ്പിച്ചുണ്ടാക്കി. ഇവിടെ ശ്രദ്ധിക്കുക, പണ്ട് പഴയ സിസ്റ്റത്തിലൊന്നും നമുക്ക് ഒരു നമ്പറിനെ, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മളെ കമ്പ്യൂട്ടറിനെ എന്തായാലും ടിക്കറ്റ് കുറയൊന്നുമില്ലാന്ന് വിചാരിക്കാം. ബൈനറി നമ്പേഴ്സ് മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാം മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പൊ പഴയ കാലത്ത് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ സ്റ്റാൻഡേർഡ് കോഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ 10 എന്നുള്ള ഒരു നമ്പർ കമ്പ്യൂട്ടർ കീബോർഡിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 10ന്റെ ഒരു കറസ്പോണ്ടിങ് ബൈനറി കോഡാണ് നമ്മളെ ഇന്റേണൽ സ്റ്റോറേജ് ആയിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക കമ്പ്യൂട്ടർ. അപ്പൊ അന്ന് പഴയ കാലത്ത് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ സ്റ്റാൻഡേർഡ് കോഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഇന്റേണൽ സ്റ്റോറേജിന്, അതായത് ഇന്റേണൽ ആയിട്ട് നമ്പറിലെ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് കോഡ് കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് കോഡ് വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഫസ്റ്റിൽ നമ്മൾ അതായത് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച കോഡാണ് ആസ്കി. ആസ്കിന്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതായത് ഇന്റേണൽ ആയിട്ട് ക്യാരക്ടേഴ്സിനെയും നമ്പേഴ്സിനെയും കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കോഡാണ് ആസ്കി. ഈ ആസ്കി തന്നെ പല ടൈപ്പ് 8-bit ആസ്കി ഉണ്ട്, 16-bit ആസ്കി ഉണ്ട്, ഇല്ല 32-bit ആസ്കി ഉണ്ട്. ഇപ്പൊ ഒക്കെ നമുക്ക് കുറെ ലാർജ് 32-bit ഇപ്പൊ, പക്ഷെ ആസ്കി അല്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതിന് കുറെ എന്തുണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേറൊരു സ്റ്റാൻഡേർഡ് കോഡ് വന്നിട്ടുണ്ട്. ഈ 2 കോഡും ആണ് നിങ്ങളോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ആസ്കി കമ്പയർ ആസ്കി ആൻഡ് യൂണിക്കോഡ്, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആസ്കി എന്താണ്, യൂണിക്കോഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ആസ്കി ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ആസ്കിയും യൂണിക്കോഡും എന്തിനുള്ളതാണ്? കമ്പ്യൂട്ടറിലെ സ്റ്റാൻഡേർഡ് കോഡുകളാണ് ആസ്കിയും യൂണിക്കോഡും. ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടേഴ്സിനെയും നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് കോഡുകളാണ് ആസ്കിയും യൂണിക്കോഡും. മനസ്സിലായില്ലേ? അപ്പൊ ആസ്കിക്ക് എന്തോ ഒരു ഡ്രോബാക്ക് ഉള്ളത് കൊണ്ടാണ് യൂണിക്കോഡ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ആസ്കി ഞാൻ പറഞ്ഞു, ആസ്കി പല ടൈപ്പ് ആസ്കി ഉണ്ട്. 8-bit ആസ്കി, 16-bit ആസ്കി, 32-bit ആസ്കി. ഇങ്ങനെ പറഞ്ഞാൽ എന്താ 8-bit ആസ്കി, 16-bit ആസ്കി എന്നൊക്കെ പറഞ്ഞാല് നമുക്കറിയാം. പിന്നെ 8-bit ആസ്കി എന്ന് പറഞ്ഞാല് നമുക്ക് മാക്സിമം 2⁸
2⁸ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഈ 8-bit ASCIIക്ക് സാധിക്കും. മനസ്സിലായില്ലേ? 2⁸ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ നിങ്ങൾക്ക് അറിയുന്നതാണ്. അത്രയും ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനേ ഈ 8-bit ASCIIക്ക് കഴിയുള്ളൂ. പിന്നെ 16-bit ASCII ഡെവലപ്പ് ചെയ്തു. അപ്പം 2⁻16 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെന്ത് 32-bit ASCII കണ്ടുപിടിച്ചു. അപ്പൊ 2⁻32 പക്ഷെ അത്രയൊന്നും അല്ല നമുക്ക് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ കീബോർഡിലുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സും കുറച്ച് എന്താ പറയുക ന്യൂമറൽസ് അതായത് നമ്പേഴ്സും ഒക്കെ നമുക്ക് പരിചയമുള്ളൂ. ഇതൊന്നല്ല, വേറെ എക്സ്ട്രാ ഇന്റർനാഷണൽ ലാംഗ്വേജസ് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ എക്സ്ട്രാ ചില കീബോർഡിലൊക്കെ ഇപ്പം കണ്ടിട്ടുണ്ടാവും എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള കീബോർഡ്സ് ഉണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഇതിനൊന്നും ഈ ASCIIക്ക് പറ്റൂല. മനസ്സിലായില്ലേ? ASCIIക്ക് മാക്സിമം 2⁻32-bit ASCII ഉണ്ടെങ്കിൽ മാക്സിമം 2⁻32 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനേ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മാക്സിമം ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇന്റേണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച വേറൊരു സ്റ്റാൻഡേർഡ് കോഡാണ് യൂണിക്കോഡ്. യൂണിവേഴ്സൽ കോഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ യൂണിവേഴ്സൽ കോഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനാഷണൽ ലാംഗ്വേജസ്, എക്സ്ട്രാ ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതിനൊക്കെ ഇന്റേണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ഈ യൂണിക്കോഡിന് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അത് ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ്, അതുകൊണ്ട് അത് പഠിക്കുക. അപ്പൊ ഈ യൂണിക്കോഡിന്റെ ആ കൺവേർഷന് അല്ലെങ്കിൽ ആ യൂണിക്കോഡിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ നമ്മളിപ്പോ ASCIIൻ്റെത് പറഞ്ഞു 8-bit ASCII, 16-bit ASCII, 32-bit ASCII. അതേപോലെ യൂണിക്കോഡിലും ഉണ്ട് ഡിഫറെന്റ് വേരിയേഷൻസ്. അതിന് നമ്മൾ പറയുക യൂണിക്കോഡ് 8 അങ്ങനെയല്ല, UTF-8, UTF-16 അങ്ങനെയാണ് അതിനെ പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴൊക്കെ നമ്മളെ യൂണിക്കോഡ് കോഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ASCIIക്ക് സാധിക്കാത്ത സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ യൂണിക്കോഡിന് സാധിക്കും. അപ്പൊ ഈ രണ്ട് സ്റ്റാൻഡേർഡ് കോഡ് നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം, ASCII ആൻഡ് യൂണിക്കോഡ്. ഓക്കെ. അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ പറഞ്ഞത്, ASCIIയും യൂണിക്കോഡും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസെപ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട. കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന അതേ രൂപത്തിലല്ല കമ്പ്യൂട്ടർ അതിനെ റീഡ് ചെയ്യുക, കമ്പ്യൂട്ടർ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസിലും എന്തുണ്ടാവും? 2 പാർട്ട് ഉണ്ടാകും. ഇതും ചോദിച്ച ചോദ്യമാണ്, പക്ഷെ ഇത് അധിക തവണ ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും മനസ്സിലാക്കി വെച്ചോളാം. എവരി ഇൻസ്ട്രക്ഷൻ കണ്ടെയ്ൻസ് 2 പാർട്സ്, ഓപ്കോഡ് ആൻഡ് ഓപ്പറന്റ്. മനസ്സിലായില്ല? ഓപ്കോഡ് ആൻഡ് ഓപ്പറന്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. ഇൻസ്ട്രക്ഷൻ ടെൽസ് എ പ്രോസസർ, അല്ലെ? എന്ത് ടാസ്ക് ആണ് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എൻ്റർ ചെയ്യുക. ഈ ഇൻസ്ട്രക്ഷൻസിന് 2 പാർട്ടാണുള്ളത്, ഓപ്കോഡ് ആൻഡ് ഓപ്പറന്റ്. ഓപ്കോഡ് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഓപ്കോഡ് സ്പെസിഫൈസ് ദ ഓപ്പറേഷൻ, അല്ലെ? ഓപ്കോഡ് സ്പെസിഫൈസ് ദി ഓപ്പറേഷൻ ആൻഡ് ഓപ്പറൻസ് എന്താണ്? ഓപ്പറൻസ് പ്രൊവൈഡ് ദ ഡാറ്റ ഓൺ വിച്ച് ദ ഓപ്പറേഷൻ ഈസ് ടു ബി പെർഫോംഡ്. ഓപ്പറന്റ് ആണ് എന്ത്? ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓപ്കോഡ് എന്താണ്? ഓപ്കോഡാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ പ്രത്യേക ബൈനറി കോഡ് ഉണ്ടായിരിക്കും. ഓരോ ഓപ്കോഡിനും ഓരോ പ്രത്യേക ബൈനറി കോഡ് ഉണ്ടായിരിക്കും. അത് അഡീഷന്, അതായത് 3-bit റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ അഡീഷന് ഒരു പ്രത്യേക കോഡ്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ എല്ലാ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനും ഒരു പ്രത്യേക കറസ്പോണ്ടിങ് ഓപ്കോഡ് കമ്പ്യൂട്ടറിൽ നേരത്തെ ഉണ്ടാകും, ഓരോ സ്റ്റാൻഡേർഡ് കോഡ് ഉണ്ടാകും. പിന്നെ ഓപ്പറന്റ് നമ്മൾ കൊടുക്കുന്നതാണ്. ഓപ്പറന്റിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആക്കിയിട്ട് അത് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനൊരു പ്രത്യേക രൂപത്തിലാണ് കമ്പ്യൂട്ടർ ഇന്റേണലിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. These instructions have 2 parts, opcode and operand. Operand means opcode and operand. Opcode means operation and operands are the data. അത്രയേ ഉള്ളൂ ഇൻസ്ട്രക്ഷൻസിന്റെ കേസിൽ പറയാൻ. ഇനി ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ.
നമുക്കിതിപ്പോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ഇങ്ങനെ ഒരു പോയിന്റ്സ് വൈസിൽ പറയാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളത് വായിച്ചു നോക്കുക. ഒന്നും പ്രയാസമുള്ളതല്ല, വായിച്ചു നോക്കുക. കൺസെപ്റ്റ് മനസ്സിൽ തലയിലുണ്ടായാൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി എലമെന്റ്സ് ഓഫ് CPU ആൻഡ് ദെയർ റോള്. CPUന്റെ എലമെന്റ്സ്, അതിന്റെ റോളും അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. CPUയുടെ എലമെന്റ്സ് നിങ്ങൾക്കൊക്കെ അറിയേണ്ടതാണ്. 2 എലമെന്റ് എല്ലാവരും എപ്പോഴും പറയുന്നത് ALU ആൻഡ് CU അല്ലെ. അത് കൂടാതെ CPUന്റെ അകത്ത് എന്തുണ്ട്? CPUന്റെ അകത്ത് ALU CU അല്ലാതെ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു പാർട്ട് കൂടെ ഉണ്ട്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പററി സ്റ്റോറേജിനുള്ള ചെറിയ മെമ്മറിയാണ് ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രജിസ്റ്റേഴ്സ് നിങ്ങൾ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ പലരും പഠിച്ചിട്ടുണ്ടാകും. ക്യുമുലേറ്റർ, അഡ്രസ് രജിസ്റ്റർ, ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അതൊന്നും നമുക്ക് ഇവിടെ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ രജിസ്റ്റേഴ്സ് ഒക്കെ CPUന്റെ അകത്ത് ഉണ്ടാകും. ഈ രജിസ്റ്റേഴ്സ് എന്താണ്? ജസ്റ്റ് ലൈക്ക് എ മെമ്മറി. എന്താണ്? ടെമ്പററി സ്റ്റോറേജിന് മാത്രമാണ് ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള ഡാറ്റനെ, കറന്റ്ലി പ്രോസസ് ചെയ്യാനുള്ള ഡാറ്റനെ മാത്രമേ ഈ രജിസ്റ്റർ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ രജിസ്റ്റേഴ്സ് അതിനെ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതൊരിക്കലും അതവിടെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കൂല. അപ്പം CPUന്റെ എലമെന്റ്സ് എഴുതാൻ പറഞ്ഞാൽ ALU CU മാത്രം എഴുതിയാൽ പോരാ, ആൻഡ് രജിസ്റ്റേഴ്സ് കൂടെ എഴുതി വെക്കണം. അപ്പൊ CPUന്റെ എലമെന്റ്സ് ആണ് ALU, CU ആൻഡ് രജിസ്റ്റേഴ്സ്. ALU അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ചെയ്യാനുള്ളത്, CU കൺട്രോൾ യൂണിറ്റ് ആണ്, ഓവറോൾ കൺട്രോൾ ചെയ്യാനുള്ളത്. രജിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു, ടെമ്പററി സ്റ്റോറേജിനുള്ള മെമ്മറിയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പല ടൈപ്പ് രജിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ, അതൊന്നും നമുക്ക് ഇവിടെ പറയാനില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. യൂസർ വിസിബിൾ രജിസ്റ്റേഴ്സ് ഉണ്ട്, കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കുറേയൊക്കെ അവർക്ക് അറിയായിരിക്കും. നമുക്കിവിടെ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താണ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ യൂണിറ്റ് 2. അപ്പൊ യൂണിറ്റ് 2 പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ആ നമ്പർ സിസ്റ്റവും കൺവേർഷനും, പിന്നെ വാട്ട് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ അല്ലെ, ഹൗ ക്യാൻ യു റെപ്രസെന്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എ മെമ്മറി, പിന്നെ എലമെന്റ്സ് ഓഫ് CPU അല്ലെ, എലമെന്റ്സ് ഓഫ് CPU. അത്രേ നമുക്ക് യൂണിറ്റ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അത് ജസ്റ്റ് നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ എന്താണ്, പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അശ്വതി? അശ്വതി ഇല്ലേ ലൈനില്? അശ്വതി, രജിസ്റ്റേഴ്സ് എന്താണ്? അബ്ദുൽ വാജിദ്, നിങ്ങൾ ഉറങ്ങാണോ എന്ന് അറിയാനായി ക്വസ്റ്റ്യൻ ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അബ്ദുൽ വാജിദ്. ടെമ്പററി സ്റ്റോറേജ് അല്ലേ, പ്രോസസ്സിംഗിന് മുന്നേ ഉള്ള? യെസ്. അശ്വതി MP. അശ്വതി. ഭാഗ്യലക്ഷ്മി, വാട്ട് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ? നമ്മൾ പ്രൊസസ്സറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇൻസ്ട്രക്ഷൻസിന്റെ ഡിഫറൻസ് ഇൻസ്ട്രക്ഷന് 2 പാർട്ടാണുള്ളത്, ഓപ്പ് കോഡും ഓപ്പറൻസും. ഓപ്പറൻഡ്. വാട്ട് ഈസ് ഓപ്പ് കോഡ് അജ്മല? നമ്മൾ ഓപ്പറേഷൻസ് എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് അതിനെ സ്പെസിഫൈ ചെയ്യാനാണ് ഓപ്പ് കോഡ് യൂസ് ചെയ്യുന്നത്. ഓപ്പറൻസ് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ, നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റയാണ് ഓപ്പറൻസ്. മുഹമ്മദ് ഷബാബ് പറയും ഏതൊക്കെ ഡിഫറെന്റ് ഓപ്പ് കോഡുകൾ, ഓപ്പ് കോഡ് എനിക്ക് വേണ്ട ഏതൊക്കെ ഡിഫറെന്റ് ഓപ്പറേഷൻസ്?
ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാ? മുഹമ്മദ് ഷബാബ്. ആളില്ല. മുഹമ്മദ് ഷാമിൽ. നിങ്ങൾ പിന്നെ റിപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളെ അസൈൻമെന്റിൽ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് കിട്ടണമെങ്കിൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ അത് എനിക്ക് അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലേ, നിങ്ങൾ അസൈൻമെന്റ് അതേപോലെ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും എന്നൊക്കെ. അതൊന്നുമില്ല. അപ്പം നിങ്ങളപ്പം ഡയറക്റ്റ് കാണണമെന്നില്ല ആരൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അല്ലേ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ജോലി ചെയ്യല്ലേ. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വെറുതെ ജസ്റ്റ് ചോദ്യം ചോദിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്, എനിക്കറിയാം. പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ. എന്തേ ഈ ആൻസർ പറയാൻ എന്താ ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ട്? നമ്മൾ ഓപ്പൺ മൈൻഡിലാണ് ഇപ്പോൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളത് സ്ട്രീമിങ് റെക്കോർഡും ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. ഇതൊരു തിയറി ക്ലാസ് മാത്രമല്ല, എല്ലാവർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനാണ് അല്ലേ മിസ്സേ? അതെ അതെ അതെ, അതാ പറയണേ. ഇതിപ്പോ ഇവരിങ്ങനെ ഓൺലൈനിൽ ഇരിക്കുകയാണോ എന്താ ചെയ്യണേ നമ്മൾ അറിയണമല്ലോ. അങ്ങനെ ചർച്ച ചെയ്താലേ ഇവർക്ക് അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. അതാണ്. അല്ല, അതാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ലെക്ചർ ക്ലാസ്സോ തിയറി ക്ലാസ്സോ അല്ല, ഇതൊരു കൗൺസിലിംഗ് സെഷനാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്യൂസ്, വായിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. ഇതിൽ നന്നായിട്ട് പ്രോഗ്രാമിംഗ് എന്നറിയുന്ന കുട്ടികളുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, നന്നായിട്ട് മുമ്പ് ഈ സബ്ജക്റ്റ് പഠിച്ചവരുണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുക എന്നതാണ് ഈ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരാൾ മാത്രം പറയലല്ല. അപ്പം അത് കുട്ടികൾ ആ രീതിയിലൊന്ന് സഹകരിച്ചാൽ നന്ന്. നിങ്ങളെ സീനിയർ ബാച്ചിൻ്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ വെറുതെ കയറിയിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലേ നമുക്കതൊരു ഫ്രൂട്ട്ഫുൾ ആവാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തെങ്കിലും എഴുതിയാൽ പോരല്ലോ, അസൈൻമെൻറ്റ് നന്നായിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, ഗ്രൂപ്പിൽ 65 പേരുണ്ട് ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. പലരും ജോലിക്കാരാണെന്ന് അറിയാം. ഞങ്ങളൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇഗ്നോയും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ടോ അല്ലാതെയോ ക്ലാസ്സുകൾ പലതും അറ്റൻഡ് ചെയ്ത് നോക്കും. 2 or 3 ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് 2 or 3 സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കട്ടെ വെച്ചിട്ടാണ് തിയറിക്ക് ഞാൻ എന്ത് ചെയ്ത് ഷെഡ്യൂൾ ഇട്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളെല്ലാവരും ഒരു സഹകരണ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്യാം അല്ലേ മിസ്സേ? അതെ അതെ. ഇതിപ്പോ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്രോഗ്രാമിംഗ് ഒന്നും അല്ലല്ലോ, പക്ക തിയറി അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ഒന്ന് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന്, അതായത് ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല, ജസ്റ്റ് അവർക്ക് അറിയില്ല, എല്ലാം അറിയുന്നവർ തന്നെയാണ്. പറഞ്ഞില്ലേ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പം അവരെ ആൻസർ കറക്റ്റ്, പറയുന്നവരുടെ ആൻസർ കറക്റ്റും ആയിരിക്കും. പക്ഷെ എന്നാലും അവർ കുറച്ച് ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാതെ അവർ എന്താ പറയുക, ഈ സ്കൂൾ ചോദിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതേപോലെ ആൻസർ എനിക്ക് തരണം എന്നൊന്നല്ല പറയണേ. അപ്പം എല്ലാവരും ഒന്ന് എന്താ പറയുക, ഒന്ന് ഉഷാറാകും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഉഷാറാക്കണം നമുക്ക്. എങ്കിലേ നമുക്ക് ഇനി അടുത്ത സെമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതൊന്ന് ആൻസർ ചെയ്യുക. അത് ഓരോ കുട്ടീനെ ഞാൻ വിളിച്ച് ചോദിക്കണമുണ്ട്. കാരണം ഇവരൊക്കെ ഉണ്ടോ ഓൺലൈനിലൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇരിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇൻസ്ട്രക്ഷൻ വരെയാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ആണ്, യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെമ്മറിയാണ്, മെമ്മറി സിസ്റ്റം.
മെമ്മറി സിസ്റ്റം നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ് അല്ലേ? കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്താണ്, എന്താണ് കമ്പ്യൂട്ടർ മെമ്മറിന്റെ യൂസ്, ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ശരിക്കും ഇവിടെ ഒന്നും എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, എങ്കിലും നമുക്ക് അതിലൂടെ ഒന്ന് കവർ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. ആ മെറ്റീരിയൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും മെറ്റീരിയൽസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ യൂണിറ്റ് 3 ഇതുവരെ ചെയ്തതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റൂല എന്നുള്ള കാര്യം ഷുവറാ. നിങ്ങൾ എത്ര അറിയുന്ന കുട്ടികളാണെങ്കിലും, അത് പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ലോണം അറിയുന്ന കുട്ടികളാണ്. പക്ഷെ നമുക്ക് പേപ്പറിൽ എഴുതണമെങ്കിൽ നമ്മളൊരു തവണയെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോകണം. അതുകൊണ്ടാണ് ഇത് ഓരോ ഭാഗവും എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോണത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മെമ്മറി പല ടൈപ്പ് മെമ്മറി ഉണ്ട് അല്ലേ? പല ടൈപ്പ് മെമ്മറി ഉണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയാം, മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി എന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. പ്രൈമറി മെമ്മറി എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം, റാം ആൻഡ് റോം ആണ്. ഒന്നും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ? പിന്നെ 2 ടൈപ്പ് മെമ്മറി ഉണ്ട്, വൊളാറ്റൈൽ ആൻഡ് നോൺ വൊളാറ്റൈൽ. എന്താണ് വൊളാറ്റൈലും നോൺ വൊളാറ്റൈലും തമ്മിലുള്ള വ്യത്യാസം? അശ്വിൻ പറഞ്ഞേ. വോളറ്റൈൽ പറഞ്ഞാൽ വേരി ചെയ്യും സൈസ്, അങ്ങനെയാണോ? നോൺ വോളറ്റൈൽ വേരി ചെയ്യില്ല. ഹലോ മിസ്, ഹലോ ഹലോ, കട്ടായോ? പോയതാ, ഏഹ് പെട്ടെന്നൊരു കോള് വന്നപ്പേ. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു ഒന്നും കേൾക്കുന്നുമില്ല. ആ അതാ. ഞങ്ങൾക്ക് ഒരു ചോദ്യത്തിനൊരു ആൻസർ കിട്ടിയിട്ടില്ല. അശ്വിനെ ഐശ്വര്യ പി കെ, എന്താ വൊളാറ്റൈലും നോൺ വൊളാറ്റൈലും തമ്മിലുള്ള വ്യത്യാസം? മാം, വോളറ്റൈൽ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ പവർ ഓഫ് ചെയ്താല് നമ്മളെ സ്റ്റോറേജുകൾ കാര്യങ്ങളൊക്കെ പോവും. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാല് പവർ ഓഫ് ചെയ്താലും കാര്യങ്ങളൊക്കെ അവിടെ ഹോൾഡ് ആയിട്ടുണ്ടാവും. അശ്വിൻ ചോദ്യം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ വൊളാറ്റൈൽ മെമ്മറി ഉണ്ട്, നോൺ വൊളാറ്റൈൽ മെമ്മറി ഉണ്ട് എന്ന് പറഞ്ഞു. വൊളാറ്റൈൽ എന്നാൽ വെൻ പവർ ഇസ് സ്വിച്ച്ഡ് ഓഫ് ദ ഡാറ്റ വിൽ ബി ലോസ് അല്ലെ? നേരത്തെ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്, ജസ്റ്റ് വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. റാമും റോമും. അപ്പൊ അതിൽ റാമും റോമും 2 മെയിൻ മെമ്മറീസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഏതാണ് വൊളാറ്റൈൽ, ഏതാണ് നോൺ വൊളാറ്റൈൽ? അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്, വെറുതെ ഒന്ന് ചോദിക്കുന്നു എന്ന് മാത്രം. അജ്മല. റാം വോളറ്റൈൽ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് നോൺ വോളറ്റൈൽ ആണ്. സെക്കൻഡറി മെമ്മറി
അരുൺ ജീവൻ. ഗായത്രി ടി കെ, ഇവരൊന്നും ഇല്ലേ? ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ റാം എന്താണ്? നോൺ വൊളാറ്റൈൽ ആണ്. റോം നോൺ വൊളാറ്റൈൽ മെമ്മറിയാണ്. അത് നമുക്കറിയാം. റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറി. നമ്മളെ ബൂട്ടിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെ? റോം എന്തായിരിക്കും? എപ്പോഴും നോൺ ആയിരിക്കും. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. പവർ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാലും റോമിലെ ഡാറ്റ എന്തായി പോകരുത്? ഡിലീറ്റ് ആയി പോകരുത് അല്ലെ? റോമിലെ ഡാറ്റ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എപ്പോഴെപ്പോഴും അത് ബൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി ഇതിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. അതുകൊണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോണത്. റാമിന്റെ ഡിഫറെന്റ് ടൈപ്പ് റാം ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് റോം ഉണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും വേരിയേഷൻസ് ഓഫ് റാം. 2 ടൈപ്പ് റാം ആണുള്ളത്, ഡി റാം ആൻഡ് എസ് റാം. ഡി മീൻസ് ഡൈനാമിക് റാം ആൻഡ് എസ് റാം മീൻസ് സ്റ്റാറ്റിക് റാം അല്ലെ? റോമും ഉണ്ട് അതേപോലെ പല ടൈപ്പ് റോം. ക്രോം, PROM, EE പ്രോം, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രോമും ഇ പ്രോമും മാത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തത്. EE പ്രോം ഒക്കെ ഉണ്ട് കേട്ടോ. പ്രോം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇ പ്രോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EE പ്രോം ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസബിൾ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ചു വെച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക കൺസെപ്റ്റ് എന്താ? റോമിലെ ഡാറ്റ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റൂല, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഈ പ്രോം അല്ലെ? ഇത് രണ്ടും ഇറേസബിൾ ആണ്. പക്ഷെ അത് രണ്ട് വ്യത്യാസമാണെന്ന് വെച്ചാൽ അവിടെ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയിലുള്ള വ്യത്യാസമാണ് അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ വരാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ അൾട്രാവയലറ്റ് റൈറ്റ് റേസ് ആണ് അവിടെ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ പ്രോം ആണെങ്കിൽ പേര് തന്നെ ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസബിൾ എന്നാണ്. സിഗ്നൽസ് ആണ് അവിടെ ഇറേസ് ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് അല്ലെ? മെയിൻ മെമ്മറിന്റെ ക്ലാസിഫിക്കേഷൻ റാമും റോമും, റാമിന്റെ ഡിഫറെന്റ് ടൈപ്പ് റാമും ഡിഫറെന്റ് ടൈപ്പ് റോമും, അതും സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മെമ്മറിയിൽ ചോദിച്ചതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ പാർട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മെമ്മറി ഹൈറാർക്കിയാണ്. മെമ്മറി ഹൈറാർക്കി എന്തായാലും തറോ ആക്കണം നിങ്ങൾ. അതിലൊരു ചെറിയൊരു പിക്ചറൊക്കെ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ പിക്ചറൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. മെമ്മറി ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ കമ്പ്യൂട്ടറിൽ ഡിഫറെന്റ് ടൈപ്പ് മെമ്മറികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ഹൈ സ്പീഡ് മെമ്മറി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് CPU-ന്റെ അകത്തുള്ള രജിസ്റ്റേഴ്സ് ആണ്. അതിനായിരിക്കും സ്പീഡ് കൂടുതൽ, കാരണം അവിടെയാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്. കാരണം ആക്ച്വൽ പ്രോസസ്സിംഗ് നടക്കുന്നത് CPU രജിസ്റ്റേഴ്സിലാണ് അല്ലെ? അപ്പം ഹൈ സ്പീഡ് മെമ്മറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക രജിസ്റ്റേഴ്സിനെയാണ്. പിന്നെ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട് അല്ലെ? പ്രൈമറി മെമ്മറിയിലാണ് റാം ആൻഡ് റോം വരുന്നത്. പിന്നെ നമ്മൾ പ്രൈമറി മെമ്മറിന്റെ എന്താണ് അഡ്വാൻറ്റേജസും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ? ഈ പ്രൈമറി മെമ്മറി എന്താണ്? ഹൈ കോസ്റ്റ്ലി മെമ്മറിയാണ്, പക്ഷെ ഹൈ സ്പീഡ് മെമ്മറിയാണ്. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ഉള്ള എന്തൊക്കെയോ ചില ഡ്രോബാക്സ് ഓവർകം ചെയ്യാനാണ് സെക്കൻഡറി മെമ്മറി ഡെവലപ്പ് ചെയ്തത്. സെക്കൻഡറി മെമ്മറി എന്താണ്? പ്രൈമറി മെമ്മറിന്റെ അത്രയും കോസ്റ്റ്ലി അല്ല, പക്ഷെ എന്താണ്? ബൾക്ക് സ്റ്റോറേജിന് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മാസ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ സെക്കൻഡറി മെമ്മറിയിൽ നമുക്ക് പറ്റും. അങ്ങനെയാണ് സെക്കൻഡറി മെമ്മറി ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് മെമ്മറീസ് ഒരു കമ്പ്യൂട്ടറിൽ ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് മെമ്മറി ഹൈറാർക്കി യൂസ് ചെയ്യുന്നത്.
മനസ്സിലായില്ലേ? അപ്പൊ മെമ്മറി ഹൈറാർക്കി അത് ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അതിന്റെ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചു വെക്കുക. അതിന്റെ ആ ഓർഡർ, അതിന്റെ ആ ഇംപ്ലിമെന്റേഷൻ ഓർഡർ അത് നന്നായി മനസ്സിലാക്കി വെക്കുക. അവിടെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഇംപ്ലിമെന്റേഷൻ ഹൈറാർക്കിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പിൽ ആരാ ഉണ്ടാവുക? CPU രജിസ്റ്റേഴ്സ് ആണ്. മനസ്സിലായില്ലേ? CPU രജിസ്റ്റേഴ്സ് ആണ് ടോപ്പിൽ ഉണ്ടാവുക. പിന്നെ അതിന്റെ തൊട്ട് താഴെയാണ് പ്രൈമറി മെമ്മറി വരിക. പിന്നെ അതിന്റെ താഴെയാണ് സെക്കൻഡറി മെമ്മറി വരിക, സ്പീഡിനെ ബേസ് ചെയ്തിട്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരാൾ കയറി വന്നിട്ടുണ്ട് CPU-ന്റെയും പ്രൈമറി മെമ്മറിന്റെയും ഇടയിൽ. അതായത് CPU-ന്റെ ഐഡിയൽ സ്റ്റേറ്റ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ രണ്ടിന്റെ മിഡിൽ വേറൊരു മെമ്മറി ഇംപ്ലിമെന്റ് ചെയ്തു, ഹൈ സ്പീഡ് മെമ്മറി, ദാറ്റ് ഈസ് നോൺ ആസ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയും കൂടെ ഈ രണ്ട് CPU-ന്റെയും പ്രൈമറി മെമ്മറിന്റെയും ബിറ്റ്വീനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ CPU-ന്റെ ഐഡിയൽ സ്റ്റേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് എൻ ഐഡിയൽ സ്റ്റേറ്റ്? എന്താണ് ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? CPU-ന്റെ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചത്? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്തേ. ഏലിയ മനോജ്, what is meant by ideal state of CPU? ഒരു ഡാറ്റ അക്സസ് ചെയ്യുന്ന ടൈം സ്പീഡിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലേ? അത് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്, അതല്ല ഞാൻ ചോദിച്ചത്. എന്താണ് ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? CPU-ന്റെ ഐഡിയൽ സ്റ്റേറ്റ് ഓവർകം ചെയ്യാന്ന് പറയുന്നല്ലോ. അപ്പൊ എന്താണ് ഈ CPU-ന്റെ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല്? അതാ ഞാൻ ചോദിച്ചത്. ഐഡിയൽ സ്റ്റേറ്റ് എന്നാന്ന് അറിയത്തില്ല. ഐഡിയൽ കേട്ടോ, ഞാൻ സ്പെല്ലിംഗ് മനസ്സിലാവായിട്ടാണെങ്കിൽ. ഈ അശ്വിൻ എന്ന് പറഞ്ഞ ആള് ഇടക്കിടക്ക് ഇങ്ങനെ വെന്നും പോയി കളിക്കുന്നുണ്ട്. ഒന്ന് അശ്വിൻ ഒന്ന് ആൻസർ ചെയ്തേ. ഐഡിയൽ സ്റ്റേറ്റ് പറഞ്ഞാല് എന്താകുമ്പോ നോർമലായിട്ട് കാണുന്ന ഒരു ഇതല്ലേ, ക്യാഷ് മെമ്മറി വരുമ്പോ നമ്മള് എവിടെയാണ് പറ്റുന്നത്. ഹർഷിത, അജ്മല PC. അത് ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം. നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് അത് പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടി കഴിഞ്ഞതിന് ശേഷം, അപ്പൊ ഔട്ട്പുട്ട് കിട്ടുന്നതിനിടയിൽ ആ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ CPU കുറച്ച് സമയം വെറുതെ ഇരിക്കുന്നുണ്ട്. ആ സമയത്തിനെയാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. CPU-ന്റെ ഐഡിയൽ ടൈം. CPU-ന്റെ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാല് CPU ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CPU വെറുതെ ഇരിക്കുന്ന സമയം, അതന്നെ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതായത് CPU-ന്റെ അകത്താണ് ആക്ച്വൽ പ്രോസസ്സിങ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രോസസ്സിങ് നടക്കുക എന്ന് പറഞ്ഞാൽ CPU-ന് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അത് ഇൻപുട്ടിന് അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഡാറ്റനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ അതെന്ത് ചെയ്യും, മെമ്മറിന്ന് എന്ത് ചെയ്യും, ആക്സസ് ചെയ്തെടുക്കും അല്ലേ?
ഈ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കുന്ന സമയത്ത് സി പി യുവിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സി പി യുവിൻ്റെ എലമെന്റ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞു സി പി യു രജിസ്റ്റേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്പ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സിന്റെ പേരോ അതിൻ്റെ പിന്നെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമുക്കിതിൽ പഠിക്കാനില്ല. എങ്കിലും ഞാൻ കുറച്ച് സി പി യുവിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ പേരൊക്കെ ജസ്റ്റ് അവിടെ പറഞ്ഞിരുന്നു. അക്യുമുലേറ്റർ, അഡ്രസ് രജിസ്റ്റേഴ്സ്, ഡാറ്റ രജിസ്റ്റേഴ്സ്, ഇങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം സി പി യു ഒരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിന് ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കണം. മനസ്സിലായില്ലേ? മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പം ആദ്യം ഒരു നമ്മളെ കയ്യിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെ, ഒരു പാസ്കി കോഡുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ആദ്യത്തെ ഒരു ഇൻസ്ട്രക്ഷൻ അത് റീഡ് ചെയ്യും അല്ലെ. റീഡ് ചെയ്ത് അത് ഒരു പ്രത്യേക രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഡാറ്റ അത് ഫെച്ച് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്തെടുക്കും. ആ സമയം കൊണ്ട് അത് വേറെ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യും. ഇങ്ങനെ എടുക്കുന്ന ഇതിന്റെ ഇടയിൽ ചെറിയ 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 വളരെ ഒരു മൈക്രോ സെക്കൻഡ്സ്, വളരെ ചെറിയൊരു ടൈം സി പി യു വെറുതെ ഇരിക്കുകയാണ്. ഈ വെറുതെ ഇരിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതാണ് അതിന്റെ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ, വെറുതെ ഇരിക്കുന്ന സമയം അല്ലെ. അപ്പം നമുക്ക് ഐഡിയൽ സ്റ്റേറ്റ് ഒഴിവാക്കാൻ വേണ്ടി അത്രയും സ്പീഡാക്കണം നമ്മളെ സി പി യുവിനെ, എങ്കിലും നമുക്ക് അല്ലെ. അപ്പൊ അത്രയും സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് കറന്റ്ലി പ്രോസസ് ചെയ്യേണ്ട ഡാറ്റാസിനൊക്കെ നമ്മൾ ക്യാഷ് മെമ്മറിയിലേക്ക് കൊടുക്കുക. അതായത് ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പൊ ഈ ഐഡിയൽ സ്റ്റേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സി പി യുവിൻ്റെയും പ്രൈമറി മെമ്മറിൻ്റെയും മിഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പൊ മെമ്മറി ഹൈറാർക്കിയിൽ നമ്മൾ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും സി പി യും അല്ലാതെ ആരെയും കൂടി ഉൾപ്പെടുത്തും? ക്യാഷ് മെമ്മറിനെ കൂടി ഉൾപ്പെടുത്തും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അത് നന്നായിട്ട് വരച്ച് സി പി യു, പിന്നെ ക്യാഷ് മെമ്മറി, പിന്നെ പ്രൈമറി മെമ്മറി, പിന്നെ സെക്കൻഡറി മെമ്മറി, ഇത് നന്നായിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അത് നന്നായി അവിടെ നോട്ട് ചെയ്ത് വെച്ചോളുക. അത് നന്നായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അതിൽ പറയാനുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു, സി പി യുവിൻ്റെ അകത്താണ് ആക്ച്വൽ പ്രോസസ്സിംഗ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സി പി യുവിന് മെമ്മറിയിൽ നിന്ന് ഡാറ്റനെ ആക്സസ് ചെയ്യണം. സി പി യു എപ്പോഴും ഡയറക്റ്റ് ആക്സസ് ചെയ്യുക പ്രൈമറി മെമ്മറിയിൽ നിന്ന് മാത്രമാണ്. സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് സി പി യുവിന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയൂല. അങ്ങനെ വരുന്ന സമയത്ത് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഡാറ്റനെ ആക്സസ് ചെയ്യേണ്ടി വരുമ്പം സെക്കൻഡറിയിൽ നിന്ന് ആദ്യം പ്രൈമറിയിലേക്ക് ആക്സസ് ചെയ്യും. അവിടുന്ന് സി പി യു എന്ത് ചെയ്യുള്ളൂ? ആക്സസ് ചെയ്യുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിലൊരു കൺസെപ്റ്റ് പഠിക്കാനുള്ളത്, വാട്ട് ഈസ് ആക്സസ് ടൈം ഓഫ് സി പി യു അല്ലെ. സി പി യുവിന്റെ ആക്സസ് ടൈം എന്താന്ന് നമുക്ക് പഠിക്കണം. അത് പ്രൈമറി മെമ്മറീനെ ബേസ് ചെയ്തും മനസ്സിലാക്കണം, സെക്കൻഡറി മെമ്മറീനെ ബേസ് ചെയ്തും മനസ്സിലാക്കണം. എന്താണ് ആക്സസ് ടൈം ഓഫ് സി പി യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ അല്ലെ. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ സി പി യു അല്ലെ ടു ഫെച്ച് ഓർ ടു ആക്സസ് ദ ഡാറ്റ ഫ്രം ദ മെമ്മറി. അപ്പൊ ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ സി പി യു, is time taken by the CPU to access the data or instructions from the memory. അതാണ് സിമ്പിൾ ആയിട്ട് ആക്സസ് ടൈം ഓഫ് സി പി യു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുക. ഇനി മെയിൻ മെമ്മറിന്റെ ആക്സസ് ടൈം എന്താന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ സി പി യു ടു ആക്സസ് ദ ഡാറ്റ ഫ്രം ദ മെയിൻ മെമ്മറി. സെക്കൻഡറി മെമ്മറിന്റെ കേസിൽ ആക്സസ് ടൈം പറയുമ്പം അവിടെ രണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ലേറ്റൻസി ടൈമും സീക്ക് ടൈമും. ഈ രണ്ട് ടേം നമ്മൾ മനസ്സിലാക്കി വെക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു കാര്യം പറയാണ്. നമ്മളെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് അല്ലെ, ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്കിന്റെ ഇന്റേണൽ പാർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ എന്താണുള്ളത്? അവിടെ ജസ്റ്റ് ലൈക്ക് ഒരു സി ഡി പോലെയുള്ള, അതായത് അങ്ങനത്തെ ഒരു ഇങ്ങനെ അടുക്കി വെച്ചത്, കുറെ സി ഡീസ് അടുക്കി വെച്ചതുപോലുള്ള ഒരു ഇതാണ് ഇന്റേണൽ ആയിട്ട് നമ്മൾ അതിന്റെ ഒരു ഹാർഡ് ഡിസ്കിന്റെ കൺസെപ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒരു സി ഡി
ഇവിടെ ശ്രദ്ധിക്കാം, ഇടയ്ക്ക് ഇന്ററപ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പിന്നെ നമുക്കറിയാം ഹാർഡ് ഡിസ്കിൽ കുറെ CD മീൻസ് അതായത് കുറെ പ്ലേറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചതാണ് ഒരു ഹാർഡ് ഡിസ്ക്. കാരണം ഒരു ബോക്സ് ടൈപ്പാണ് നമുക്ക് കാണാം, പക്ഷെ ഇന്റേണൽ അതെന്താ ഉണ്ടാവുക, ഇന്റേണൽ പാർട്സ് നോക്കുന്ന സമയത്ത് കുറെ പ്ലേറ്റ്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചതായിട്ടുള്ളതാണ്, ഒരു കേസിന്റെ അകത്താക്കി വെച്ചതാണ് ഒരു ഹാർഡ് ഡിസ്ക് അല്ലെ. അപ്പൊ കുറെ പ്ലേറ്റ്സ്, ഈ പ്ലേറ്റ്സിന് ഓരോ പ്ലേറ്റിനും എന്തുണ്ടാകും, ഓരോ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും, ഓരോ പ്ലേറ്റ്സിനും. ഈ പ്ലേറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്തുണ്ടാകും, അതിന്റെ സെന്ററിൽ ഒരു ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്ലേറ്റ്സിലും എന്തുണ്ട്, ഡിഫറെന്റ് ട്രാക്സും ഡിഫറെന്റ് സെക്ടേഴ്സും ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ പ്ലേറ്റ്സിനും. നമ്മൾ ജസ്റ്റ് ഒരു CD പോലെ തന്നെയാണ്, മനസ്സിലായില്ലേ? ഇത് CD കേസ് എടുത്ത അതേപോലെയുള്ള കുറെ CDs അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലേറ്റ്സ്, ഒന്നും കൂടെ നന്നാക്കി പറയുമ്പോൾ നമ്മൾ കുറെ ഡിഫറെന്റ് പ്ലേറ്റ്സ് എന്നാണ് പറയാ, കുറെ ഡിഫറെന്റ് പ്ലേറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചതാണ് ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാർഡ് ഡിസ്ക് ഒരു ഷഫിളിന്റെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്ലേറ്റ്സിനും ഓരോ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? പിന്നെ ഓരോ പ്ലേറ്റിനും ട്രാക്സ് ആയിട്ടും സെക്ടേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് പ്രത്യേകം പറയുന്നത് ആക്സസ് ടൈമും അതേപോലെ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഒരു സെക്കൻഡറി മെമ്മറിന്റെ കേസ് എടുത്തിട്ട് വാട്ട് ഈസ് ദ ആക്സസ് ടൈം ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് ടേംസ് നമ്മൾ പറയാൻ പോവാണ്, സീക്ക് ടൈമും ലേറ്റൻസി ടൈമും. അപ്പൊ എന്താണ് സീക്ക് ടൈം, എന്താണ് ലേറ്റൻസി ടൈം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹാർഡ് ഡിസ്കിന്റെ ആ ഇന്റേണൽ പാർട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞത്, മനസ്സിലായില്ലേ? ട്രാക്കും സെക്ടേഴ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചത്. സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു സർക്കിളിന്റെ സെക്ടർ എന്താണെന്നൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഒരു സർക്കിളിന്റെ ചെറിയൊരു പോർഷൻ അല്ലെ, ചെറിയൊരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയാ. അപ്പൊ കുറെ ട്രാക്സും കുറെ സെക്ടേഴ്സും ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ കറങ്ങുമ്പം റീഡ് ഓർ റൈറ്റ് ഹെഡും ഇതിന്റെ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു ഡാറ്റ ഈ ഏതോ ഒരു ട്രാക്കിൽ ഏതോ ഒരു സെക്ടറിലായിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഇങ്ങനെ കറങ്ങും. അപ്പൊ ഒരു പ്രത്യേക നമുക്ക് ആവശ്യമുള്ള സെക്ടറിന്റെ കറസ്പോണ്ടിങ് ട്രാക്കിൽ നമ്മൾ എത്തി എന്ന് വിചാരിക്കുക. ഇതിപ്പോ മൂന്നാമത്തെ ട്രാക്കിലാണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഉള്ളതെങ്കിൽ, ഇതൊക്കെ ജസ്റ്റ് വരച്ച് ഇങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും അത് നന്നായിട്ട് മനസ്സിലാവുക. എങ്കിലും ഈ കൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടാവും, അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ശ്രദ്ധിക്കുക എന്തായാലും. അപ്പൊ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് ട്രാക്കിൽ നമുക്ക് ആവശ്യമുള്ള ട്രാക്കിൽ എത്തി എന്ന് വിചാരിക്കുക. അതായത് നമ്മളെ ഡാറ്റ എവിടെയാണുള്ളത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എവിടെയാണുള്ളത്, ആ ഒരു കറസ്പോണ്ടിങ് ട്രാക്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ എത്താൻ എടുക്കുന്ന ആ സമയത്തിനാണ് എന്ത് പറയാ, സീക്ക് ടൈം എന്ന് പറയാം. മനസ്സിലായില്ലേ? റീഡ് ഓർ റൈറ്റ് ഹെഡ് എവിടെ എത്താൻ എടുക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ട്രാക്കിൽ, ഇൻസ്ട്രക്ഷൻ ഏത് ട്രാക്കിലാണോ ഉള്ളത് ആ ട്രാക്കിൽ റീഡ് ഓർ റൈറ്റ് ഹെഡ് പ്ലേസ് ചെയ്യാൻ എടുക്കുന്ന ആ ടൈമിന് പറയുന്ന പേരാണ് സീക്ക് ടൈം. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് സീക്ക് ടൈം. റീഡ് ഓർ റൈറ്റ് ഹെഡ് നമ്മൾ റിക്വയർഡ് ഡാറ്റ ഏത് ട്രാക്കിലാണോ ഉള്ളത് ആ ട്രാക്കിൽ പ്ലേസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് സീക്ക് ടൈം എന്ന് പറയാം. എന്താണ് സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു പ്ലേസ് ദ റീഡ് ഓർ റൈറ്റ് ഹെഡ് ടു ദ കറസ്പോണ്ടിങ് ഓർ റിക്വയർഡ് ട്രാക്ക് ഈസ് നോൺ ആസ് സീക്ക് ടൈം. മനസ്സിലായില്ലേ? അപ്പൊ ആ സീക്ക് ടൈം മാത്രം കിട്ടിയാൽ നമുക്ക് ആക്സസ് ടൈം കിട്ടൂല. അതിന്റെ കൂടെ കൂടെ വേണം, ലേറ്റൻസി ടൈമും കൂടെ വേണം. ലേറ്റൻസി ടൈം എന്ന് പറഞ്ഞാല് ആ ട്രാക്കിലെ ഏതോ ഒരു സെക്ടറിന്റെ അകത്തായിരിക്കും നമ്മളെ കറസ്പോണ്ടിങ് ഡാറ്റ കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ റീഡ് ഓർ റൈറ്റ് ഹെഡ് ഇങ്ങനെ കറങ്ങി ആ ട്രാക്കിലൂടെ കറങ്ങി നമ്മൾ വിചാരിച്ച സെക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മളെ ഡാറ്റ ഉള്ള റിക്വയർഡ് ഡാറ്റ ഉള്ള സെക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ, ലേറ്റൻസി ടൈം എന്ന് പറയാ. ഈ രണ്ട് ടൈമിന്റെയും കോമ്പിനേഷനെയാണ് ആക്സസ് ടൈം എന്നും പറയാ. അപ്പൊ മെയിൻ മെമ്മറിന്റെ കേസിൽ ആക്സസ് ടൈം ചോദിച്ചാൽ ഒന്നും പറയാനില്ല, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ CPU ടു ആക്സസ് ദ ഡാറ്റ ഫ്രം ദ മെമ്മറി അല്ലെ. സെക്കൻഡറി സ്റ്റോറേജിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഹാർഡ് ഡിസ്കിന്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ സീക്ക് ടൈം അല്ല, ആക്സസ് ടൈം എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ
ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സീക്ക് ടൈം ആൻഡ് ലേറ്റൻസി ടൈം. സീക്ക് ടൈം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു പ്ലേസ് ദ റീഡ് ഓർ റൈറ്റ് ഹെഡ് ടു ദ കറസ്പോണ്ടിങ് ട്രാക്ക്. ലേറ്റൻസി ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ by the read or write head to place the data to the corresponding sector. അതാണ് ലേറ്റൻസി ടൈം. ഇത് രണ്ടും ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ആക്സസ് ടൈം കിട്ടുക. മനസ്സിലായില്ലേ? ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെമ്മറി ഹൈറാർക്കി നന്നായിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ ആക്സസ് ടൈം എന്താണ്, ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ ആക്സസ് ടൈം എന്താണെന്ന് ചോദിച്ചാൽ അതും പഠിച്ചു വെക്കുക. ഇനി ഈ ഹാർഡ് ഡിസ്കും ഇതേപോലെ തന്നെ ഇതേ റൗണ്ടഡ് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണ് CD എന്നൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ്. ഇതിൽ ഡാറ്റ റൈറ്റ് ചെയ്തെടുത്ത് എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് പറയാൻ പറ്റും? CD നിങ്ങൾക്ക് ശേഷം ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് പഠിക്കാനുള്ളതാണ് CD. ഇതുപോലെ റൗണ്ടഡ് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണ്, നമുക്കറിയാം. ഹാർഡ് ഡിസ്കിലും കുറെ ഇതുപോലുള്ള പ്ലേറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചതാണ് ഹാർഡ് ഡിസ്ക് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ രണ്ടിലും ഡാറ്റ റൈറ്റ് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? നമുക്കറിയണതാണ്. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ രണ്ട് സൈഡിലും, അതായത് ഹാർഡ് ഡിസ്കിന്റെ ഓരോ പ്ലേറ്റ്സിന്റെയും രണ്ട് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഡാറ്റ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് ദ ടോപ്പ് പോർഷൻ ഓഫ് ദ ടോപ്പ് പ്ലേറ്റ് ആൻഡ് ബോട്ടം പോർഷൻ ഓഫ് ദ ബോട്ടം പ്ലേറ്റ്. അതിൻ്റെ മിഡിലുള്ള എല്ലാ പ്ലേറ്റ്സിലും രണ്ട് സൈഡിലും ഡാറ്റ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഇതിലൊരു ചെറിയൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ചെറിയൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം, കപ്പാസിറ്റി ഓഫ് ദ ഡിസ്കിന്റെ കപ്പാസിറ്റിയും സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പം നമുക്ക് കപ്പാസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പം ഒരു സൈഡിലുള്ള അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള വാല്യൂ മാത്രമേ നിങ്ങൾക്ക് തരൂ. അപ്പൊ അതിന്റെ രണ്ട് സൈഡിലും ഇവിടെ ഡാറ്റ റൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഡബിൾഡ് വാല്യൂ നമ്മൾ ആൻസറിൽ എടുക്കേണ്ടതായിട്ട് വരും, കാൽക്കുലേഷന് വേണ്ടി എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിവിടെ പ്രത്യേകം പറയുന്നത് കേട്ടോ. ഇതിന്റെ അത് കപ്പാസിറ്റിയും പിന്നെ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ഫോർമുലാസും ഉണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യാനേ ഉള്ളൂ, അവിടെ കൊടുത്തിട്ട് വാല്യൂ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ. പക്ഷെ ഡബിൾ സൈഡ് റൈറ്റിംഗ് ഉള്ളത് കൊണ്ട് അതിന്റെ നമുക്ക് തന്ന വാല്യൂസിന്റെ നമുക്ക് തന്ന ഡാറ്റനെ രണ്ടോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതാണ്. അത് പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ എന്തിനാണ് അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. CD-ന്റെ കേസ് ആണെങ്കിൽ വൺ സൈഡ് റൈറ്റിംഗ് നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വൺ സൈഡിലെ ഡാറ്റാസ് റൈറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഹാർഡ് ഡിസ്കിന്റെ കേസിലാണെങ്കിൽ ഓരോ പ്ലേറ്റ്സിന്റെയും രണ്ട് സൈഡിലും ഡാറ്റ റൈറ്റ് ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞു, ടോപ്പ് പോർഷൻ ഓഫ് ദ ടോപ്പ് പ്ലേറ്റ് ആൻഡ് ബോട്ടം പോർഷൻ ഓഫ് ദ ബോട്ടം പ്ലേറ്റ്. അത് എക്സസ് ടൈം അല്ലെങ്കിൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് അത് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് തരും, വാല്യൂസ് തരും. ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഫോർമുല മാത്രം പഠിച്ചു വെക്കേണ്ട പണിയേ നമുക്കുള്ളൂ. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അതൊന്നും ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. അതൊക്കെ മാർക്ക് എന്തായാലും ഷുവറായിട്ട് നമുക്ക് കിട്ടണം. മനസ്സിലായില്ലേ? അതും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, റിലേഷൻഷിപ്പ് എമംഗ് കപ്പാസിറ്റി, ഡെൻസിറ്റി ആൻഡ് സ്പീഡ് അല്ലേ? അതിന്റെ ഇക്വേഷൻസ് ഇതിൽ പറയുന്നുണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ ഡിസ്ക് M×T×P×S. പ്രത്യേകം വന്നു റെക്കോർഡിംഗ് നമ്മൾ 2M ആയിട്ടാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഡിസ്കിനും CD-നും ജസ്റ്റ് ഒന്ന് അവിടെ കമ്പാരിസൺ പറഞ്ഞത്. T എന്നാണ് ട്രാക്സ് പെർ സർഫസ്, P സെക്ടേഴ്സ് പെർ ട്രാക്ക് ആണ്, S ബൈറ്റ്സ് പെർ സെക്ടർ ആണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ മതി. വാല്യൂസ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. M-ഉം T-യും P-യും S-ഉം തരും. മനസ്സിലായില്ലേ? അത് അതിന്റെ യൂണിറ്റ് ബൈറ്റ്സിൽ എഴുതി വെക്കുക.
ഇനി വേറെ അതിൽ പഠിക്കാനുള്ളത് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എം ഇൻറ്റു ടി. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എസ് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി എന്നാണ്. എസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, എസ് സെക്ടർ, അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി, ഒന്നും സംശയമൊന്നും വരൂല കേട്ടോ. ആകെ ഒരു രണ്ട് ഇക്വേഷൻ ഇതിൽ പഠിക്കാനുള്ളൂ. നമുക്കിപ്പോൾ നമ്മളെ ഈ മൊഡ്യൂളിൽ തന്നെ ആകെ 2 ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കപ്പാസിറ്റിയും ഡെൻസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, ഡിസ്കിന്റെ കപ്പാസിറ്റിയും ഡെൻസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, അത് നമ്മൾ എന്തായാലും പഠിക്കുക. അത് വളരെ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചാലും ഈസിയാണ്, ഡയറക്റ്റ് അത് കൊടുക്കാനേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എമ്മും ഡിയും പിയും എസും എന്താന്ന് മനസ്സിലാക്കി വെക്കുക. എസ് സെക്ടർ ആണ്, പി ട്രാക്ക് ആണ്, സെക്ടേഴ്സ് പെർ ട്രാക്ക് ആണ്, ടി ട്രാക്ക് പെർ സർഫസ് ആണ്, എം ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡിംഗ് സർഫസ് ആണ്. മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം എം നിങ്ങൾ 2n ആക്കി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു, അതായത് ഡബിൾ സൈഡ് ആയതുകൊണ്ട്. ഇനി ചിലപ്പം ടോപ്പ് ബോട്ടം പ്രത്യേകം തരികയാണെങ്കിൽ നമുക്ക് എൻ ആയിട്ട് തന്നെ എടുത്താൽ മതി, അതിന്റെ ഡബിൾഡ് വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതിൽ തന്നാണ്, എസ് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി അല്ലെ. പൈ ഇസ് എ കോൺസ്റ്റന്റ് 3.14. അതിൽ ജസ്റ്റ് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു 2.5 ഇഞ്ച് ഡയമീറ്റർ ഡിസ്ക് ബാഗ് ഹാസ് 6 പ്ലേറ്റ്സ് കേട്ടോ. ഈ 6 പ്ലേറ്റ്സ് എന്നുള്ളിടത്ത് അവിടെ നമ്മൾ 6 ആയിട്ട് എടുക്കരുത്, 12 റെക്കോർഡിംഗ് സർഫസ് അതിനുണ്ടാവും. മനസ്സിലായില്ലേ? അതിൽ ടോപ്പും ബോട്ടും പ്രത്യേകം പറയാത്തതുകൊണ്ട് എന്തായാലും അവിടെ അതിന്റെ ഡബിൾഡ് വാല്യൂ ആണ് നമ്മൾ റെക്കോർഡിംഗ് സർഫസ് ആയിട്ട് നമ്മളെ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് നേരത്തെ അത് പറഞ്ഞത്. ബാക്കി വാല്യൂസ് ഒക്കെ അങ്ങ് തരും. 256 സെക്ടേഴ്സ് പെർ ട്രാക്ക്, പിന്നെ ട്രാക്സ് പെർ സർഫസിൽ ഒരു വാല്യൂ തരും, ഒക്കെ തരും. എന്നിട്ട് അത് ജസ്റ്റ് എന്ത് ചെയ്താൽ വിട്ടാൽ മതി, അതവിടെ കൊടുത്ത് വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ മെമ്മറിന്റെ കൺസെപ്റ്റിൽ ഇത്രയൊക്കെയാ പഠിക്കുക. ആക്സസ് ടൈം എന്താണ്, സീക്ക് ടൈം എന്താണ്, ലേറ്റൻസി ടൈം എന്താണ്, പിന്നെ കപ്പാസിറ്റിയും ഡെൻസിറ്റിയും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി മെമ്മറി സിസ്റ്റത്തില് രണ്ട് ടൈപ്പ് മെമ്മറി ഉണ്ട് അല്ലേ വേറെ. ഇപ്പം നമ്മളിപ്പോൾ മെയിൻ മെമ്മറീസ്, സെക്കൻഡറി മെമ്മറി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്താണ് സീരിയൽ ആക്സസ് ആൻഡ് റാൻഡം ആക്സസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, അങ്ങനെയും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് അല്ലേ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, മൊത്തം വെച്ചപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് ഇതിലായിട്ട് അങ്ങനെ നിന്ന് അനുസ്മരണമൊക്കെ ഉണ്ടായിരുന്നു. സീരിയൽ ആക്സസിന് എക്സാമ്പിൾ മാഗ്നറ്റിക് ടേപ്പ് നമുക്കറിയാലോ. അതായത് 1 by 1 ആയിട്ടേ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് സീരിയൽ. പാരലൽ ആക്സസ് എന്താണ്? പാരലൽ ആക്സസ് നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാം, റാൻഡം ആയിട്ട് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. എക്സാമ്പിൾ CD, ഇതൊക്കെ എന്താണ്, പാരലൽ ആക്സസ് ആണ്, അതായത് റാൻഡം ആക്സസിൽ വരുന്നതാണ്. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. മാഗ്നറ്റിക് ടേപ്പിൽ സീരിയൽ ആക്സസ് ആയിട്ട് വരും, അതൊന്നിപ്പോൾ യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ ചോദിച്ചിട്ടൊന്നും കാണുന്നില്ല. ചോദിച്ചത് മെമ്മറി ഹൈറാർക്കിയാണ്, മെമ്മറി ഹൈറാർക്കിയും ആക്സസ് ടൈമും ആണ്, പിന്നെ ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും. അപ്പം അത് മെമ്മറി സിസ്റ്റം എത്രയൊക്കെ ഉള്ളൂ. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി നല്ലോണം പഠിച്ചോളൂ കേട്ടോ. അത് ടേബിൾ ആയിട്ടൊക്കെ നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. അതൊക്കെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. 5ഉം 8ഉം മാർക്കിനൊക്കെയാണ് ചോദിക്കുക. അത് നല്ലോണം എഴുതിയാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. യൂണിറ്റ് 3 ഏകദേശം അത്രയൊക്കെ ഉള്ളൂ.
പിന്നെ യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കുറെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളൊക്കെയാണ്. അതും നമ്മൾ എന്ത് ചെയ്യരുത്, അത്ര സില്ലി ആക്കി ഇടരുത്. അതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നൊക്കെ എന്തായാലും ചോദ്യം ചോദിക്കും. ഏതെങ്കിലും 2 ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് നിങ്ങൾക്ക് തരും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അത് ചിലപ്പോൾ നമുക്കറിയണ കീബോർഡും മൗസും ഒന്നും ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും തരിക. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് കീബോർഡ്, എന്താണ് മൗസ്, അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണ കാര്യമാണ് അല്ലേ. അല്ലാതെ കുറെ എക്സ്ട്രാ വേറെയും കുറെ ഇൻപുട്ട് ഡിവൈസ് നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജോയ്സ്റ്റിക്ക്, മൈക്രോഫോണ്, ബാർകോഡ് റീഡർ, ഗ്രാഫിക് ടാബ്ലറ്റ്സ്, പെൻ ഡ്രൈവ്, CD ഓർ DVD, ഡിജിറ്റൽ ക്യാമറ, ഇതൊക്കെ എന്താണ് ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു 2-3 ഇൻപുട്ട് ഡിവൈസ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത് മിക്കവാറും. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു മെത്തേഡ് എന്താണ്, അതിന്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ചിലരൊക്കെ നോക്കിയിട്ടുണ്ടാവും അല്ലേ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്പൽസറി. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണം. അതിൽ അറിയുന്ന ഭാഗങ്ങൾ നിങ്ങൾ എഴുതുകയും വേണം. അത് നിർബന്ധം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ലാസ്റ്റില് ഉള്ള, അതായത് 5-ാമത്തെ 6-ാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലാണ് ഈ ഷോർട്ട് നോട്ടുകളൊക്കെ അധികവും ചോദിച്ചത്. ഈ ഷോർട്ട് നോട്ടിൽ വരുന്നതാണ് ഈ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും. ശരിക്കും ഒരു 20 മാർക്കിന് ക്വസ്റ്റ്യൻ ആ ഷോർട്ട് നോട്ട് എഴുതാൻ തന്നെ ചോദിക്കും. അതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് കുട്ടികൾ ചോദിക്കുന്നത് സാറേ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ എന്താ നീന്തലൊക്കെ ബുക്ക് നോക്കി പഠിക്കാൻ പറ്റുമോ? അപ്പൊ ഷോർട്ട് നോട്ട് എഴുതാനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ചോദിക്കുക. അപ്പൊ അത് എന്തെങ്കിലും ഇങ്ങനെ എഴുതി വെക്കരുത്, പോയിന്റ് അതിൽ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. നമുക്കറിയണ എന്തെങ്കിലും വായിത്തോന്ന് എഴുതി വെക്കില്ല. അതുകൊണ്ടാണ് ഒന്ന് ടെക്സ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോകണം എന്ന് പറയുന്നത്. പോയിന്റ്സുകൾ സ്ട്രൈക്ക് ചെയ്യും നമ്മളെ മനസ്സിൽ, അതാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ വിചാരിക്കും ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല അല്ലേ. നന്നായിട്ട് നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്യും, വെറുതെ ഒന്നുമല്ല മാർക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ പറയണത്. അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് നമുക്ക് അടിച്ചു പോക്ക, സ്കിപ്പ് ചെയ്യുക, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ കീബോർഡ് മൗസ് ഒന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് അറിയുന്നില്ല. പക്ഷെ അതൊക്കെ അതിന്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കീബോർഡ്, പല ടൈപ്പ് കീബോർഡുകൾ, പല ടൈപ്പ് മൗസുകൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ മൗസും ട്രാക്ക് ബോളും ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രാക്ക് ബോൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൗസും ട്രാക്ക് ബോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. എന്താണ് മൗസും ട്രാക്ക് ബോളും തമ്മിലുള്ള വ്യത്യാസം? കുറെ സമയമില്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും ഒന്ന് ആൻസർ പറഞ്ഞ് അറിയുന്ന രൂപത്തില്. വണ്ടി പിന്നെ പെർമിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഫെബ്രുവരി 28 സമയമുണ്ട് രജിസ്ട്രേഷൻ. അന്നൊരു ദിവസം ഞാൻ വന്നിട്ട് പോയി. മൗസിന്റെ വേറൊരു മോഡലല്ലേ ട്രാക്ക് ബോൾ പറഞ്ഞത്, അതിനുള്ള ബോളിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ചിട്ട് ഉണ്ടാകുന്നതാണ് തോന്നുന്നു. റോൾ ചെയ്തിട്ടാണ് ഇതിന്റെ പലിശ ഒഴിവാക്കിയിട്ട് അടവ് വേണ്ട. മൗസിന്റെ വേറൊരു രൂപമാണ് ട്രാക്ക് ബോൾ, ശരിയാണ്. അതിന്റെ ബോള് മൗസിന് നമ്മളെ സ്പ്രിംഗ് ബോൾ കാണുന്നത്. ബോൾ ആണെങ്കിൽ അതിന്റെ മുകളിലാണ്. ട്രാക്ക് ബോൾ ഒന്നും ഇപ്പൊ ഇല്ല, അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും പിക്ചറിലും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് രണ്ടും എക്സാമ്പിൾ, അതിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോ ഇവിടുന്ന് ചോദിച്ചത്. വേറെ എന്തെങ്കിലും ഒരു തമ്മിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നിടത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇല്ലേ, എന്തെങ്കിലും ഒരു കമ്പാരിസണും കൂടെ ആരെങ്കിലും ഒന്ന് പറയാൻ ശ്രമിച്ചേ. സ്ഥലത്തിന് ഏകദേശം ഒരു തീരുമാനം അയക്കുന്ന ഒരു പാർട്ടി വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ പകരം വേറൊന്ന് കണ്ടെത്താണ്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റില്ലല്ലോ. മൗസിന്റെ രാവിലെ വൈറ്റ് ഹൗസിന്റെ തൊട്ടപ്പുറം ഒരു സ്ഥലമുണ്ട് ബത്തേരി അങ്ങാടിയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുത്തം വിളിച്ചിരുന്നു. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുമെന്ന് അമ്മോസിനോട് പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റിയ പിന്നെ അത് പറഞ്ഞോളൂ, അശ്വിൻ പറഞ്ഞോളൂ. എല്ലാവർക്കും ഒരു ഒപ്റ്റിക്കൽ മൗസിന്റെ വരുമ്പോ ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ ഒപ്റ്റിക്കൽ മൗസ് ആണല്ലോ. ലൈറ്റിന്റെ ഓരോ തട്ടുന്ന റിഫ്ലക്ഷനും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് അതിന്റെ കേഴ്സർ മൂവ്മെന്റ്സ് ഒക്കെ വരുന്നത്.
മറ്റൊരു ബോളും ഇപ്പോഴത്തെ ലൈറ്റിന്റെ ആ ഒരു ഡിഫറൻസ് അല്ലേ വരുന്നത്. പിന്നൊന്നുമില്ല ബ്രോ പോയോ? സിപ്പ് ഓപ്റ്റിക്കൽ മൗസ് ആണ്, അതിന്റെ ലൈറ്റ് റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ശരിയാണ്, പറഞ്ഞ കറക്റ്റ് ആണ്. ട്രാക്ക് ബോളും നമ്മളിപ്പോ സാധാ യൂസ് ചെയ്യുന്ന മൗസും തമ്മിൽ വേറെ എന്തെങ്കിലും ഡിഫറൻസ് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അജ്മൽ എന്തോ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അശ്വിൻ പറഞ്ഞത് കറക്റ്റാണ്, കറക്റ്റ് അല്ല എന്നല്ല, കറക്റ്റാണ്. പിന്നെ അജ്മല വേറെന്തോന്ന് പറയാൻ വന്നിരുന്നു. ആദ്യം മൗസ് യൂസ് ചെയ്തത് ഇതേപോലെ മൗസിന്റെ താഴെ ലേസറിന് പകരം ബോളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബോളിന്റെ മൂവ്മെന്റ് വെച്ചിട്ടായിരുന്നു നോക്കിയിരുന്നത്. പിന്നെ ഈ ഒരു ഇതാണെങ്കിലും നമ്മള് ബോളിന്റെ ചലനം വെച്ചിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. എന്തോ ചോദിച്ചു വന്നിട്ട് സങ്കടം വന്നൊക്കെ പറഞ്ഞില്ലേ? അത്രയും പെട്ടെന്ന് ഗായത്രി കമന്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റാണ്. അതായത് പിന്നെ ബോൾ മൂവ്മെന്റ് തന്നെയാണ് അജ്മല പറഞ്ഞ പോലെ, ബോൾ മൂവ്മെന്റ് തന്നെയാണിത്. ട്രാക്ക് ബോളിന് മുകളിലാണ് ബോള്, അതായത് മൗസ് ഇങ്ങനെ. പക്ഷെ അത് രണ്ടിന്റെയും അത് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നിടത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. മൗസിന് എന്തുണ്ട് ആവശ്യമുണ്ട്, മൗസ് ഒരു നേരത്തെ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്, മൗസ് ഒരു മൂവിങ് ഡിവൈസ് ആണ്, മറ്റേതൊരു സ്റ്റേഷനറി ഡിവൈസ് ആണ്. മനസ്സിലായില്ലേ? അത് ട്രാക്ക് ബോളിന് ഒരു സ്മൂത്ത് സർഫസ് ആവശ്യമില്ല, അതൊരു സ്റ്റേഷനറി ഡിവൈസ് ആണ്. അത് നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിലുള്ള ബോള് നമ്മളെ ഫിംഗർ കൊണ്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക, അല്ലെ? മൗസിന് അങ്ങനെയല്ല. മൗസ് എന്താണ്, മൗസിന് ഒരു സ്മൂത്ത് സർഫസ് ആവശ്യമുണ്ട്. അതിങ്ങനെ നമ്മൾ നീക്കുന്നതിനനുസരിച്ചിട്ടാണ് കഴ്സർ മൂവ്മെന്റ് നടക്കുന്നത് കേട്ടോ. അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് ചോദിച്ചത്, മൗസും ട്രാക്ക് ബോളും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ കമ്പാരിസൺ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതിന്റെ രണ്ടും എന്താണ്, ഒരു പോയിന്റിംഗ് ഡിവൈസുകളാണ്. രണ്ടും പോയിന്റിംഗ് ഡിവൈസുകളാണ്, ഇൻപുട്ട് ഡിവൈസുകളാണ്, അല്ലേ? വ്യത്യാസം എന്താന്ന് വെച്ചാൽ മൗസ് ഈസ് സ്റ്റേഷനറി, അല്ല മൗസ് ഈസ് എ മൂവിങ് ഡിവൈസ്, മറ്റേത് എന്താണ്, വൈൽ ട്രാക്ക് ബോൾ ഈസ് എ സ്റ്റേഷനറി ഡിവൈസ്. രണ്ടിന്റെയും മൂവ്മെന്റ് നടക്കുന്നത് അതിന്റെ ബോൾസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഒപ്റ്റിക്കൽ മൗസ് ഒക്കെയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? ലൈറ്റ് വൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ കഴ്സർ മൂവ്മെന്റ് നടക്കുന്നത്. ഇനി നമുക്ക് ഇൻപുട്ട് ഡിവൈസിൽ പറയാനുള്ളത് ഇപ്പം പിന്നെ ബാർകോഡ് റീഡർ. നമ്മളിപ്പം മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനം ബാർകോഡ് റീഡറാണ്. ബാർകോഡ് റീഡർ, ഈ ബാർകോഡ് റീഡർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബാർകോഡ് റീഡർ നമ്മുടെ ഷോപ്പിലൊക്കെ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ലേ ബാർകോഡ്? യെസ്, ബാർകോഡ് റീഡർ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ബാർകോഡ് റീഡർ. അറിയുന്നതാണ് അല്ലേ? CD യും ഡിജിറ്റൽ ക്യാമറ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, പ്രത്യേക എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിക്കും. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു പോവാട്ടോ. വായിച്ചു നോക്കിയാലേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിത് നമുക്ക് അറിയണതാണ് ഇങ്ങനെ വെച്ചിരിക്കും എഴുതൂല. അപ്പൊ പിന്നെ നമുക്കതൊരു പ്രയാസമാവും. എനിക്ക് അറിയണതായിരുന്നു എഴുതാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള, അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ OMR എന്നുള്ളൊരു സംഭവം ഉണ്ട് അല്ലെ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതില്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് OMR കാണാത്ത ആരും ഉണ്ടാവില്ല, അല്ലെ? OMR ഷീറ്റ് കാണാത്ത ആരും ഉണ്ടാവില്ല. ആ OMR ഷീറ്റിനെ റീഡ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അല്ലെങ്കിൽ OMR എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ്. അത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. ഇവിടെ കുറെ
കുറെ റൗണ്ടഡ് ഷേപ്പിലുള്ള സിമ്പിൾസ് ആണ് അല്ലേ? ആ സിമ്പിൾസ് ചിലത് ഡാർക്കൺ ചെയ്യും, ചിലത് ഡാർക്കൺ ചെയ്യൂല. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ, അല്ലെങ്കിൽ അതിനെ ആ ഡാർക്കൺ ഷേപ്സിനെ റീഡ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ഇൻപുട്ട് ഡിവൈസ് ആണ് OMR എന്ന് പറയുന്നത്. അതും എനിക്ക് OMR ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. പിന്നെ വേറൊരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് MICR. MICR എവിടെയാണ് യൂസ് ചെയ്യണതെന്ന് അറിയോ? CR ബാങ്കില് അല്ലേ? ബാങ്കില് ചെക്കിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, അതായത് MICR ഫുൾ ഫോം നിങ്ങൾക്ക് അറിയില്ലേ? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ് MICR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോളന്നില്ല, ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. MICR OMR ഒക്കെ ചോദിച്ചിട്ട് ചോദ്യമാണ്. അതുകൊണ്ട് MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇത് നമ്മൾ യൂസ് ചെയ്യാ ബാങ്കിലാണ് അല്ലെ? ബാങ്കിലാണ് അതിന്റെ അപ്ലിക്കേഷൻ ഉള്ളത്. അതായത് നമുക്ക് ആ പേര് തന്നെ ഉണ്ട്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ് അല്ലെ? ആ ഒരു പ്രത്യേക ടൈപ്പ് ഇങ്കിലാണ്, ഒരു പ്രത്യേക സ്റ്റൈൽ ഡിജിറ്റിലാണ് നമ്മളെ ചെക്ക് ബുക്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതിനെ റീഡ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് MICR. അതും കൂടി ഒന്ന് അവിടെ മനസ്സിലാക്കി വെച്ചോളുക. പിന്നെ മൗസും കീബോർഡും വളരെ പിന്നെന്താ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസുകളാണ്. അതും ചോദിച്ചതാണ് കേട്ടോ, അതും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എളുപ്പല്ലേ എന്ന് വെച്ച് അങ്ങനെ അത് വായിക്കാതെ ഇടരുത്. അത് വായിച്ചു നോക്കണം. എന്തൊക്കെയാണ് അതിന്റെ വേരിയേഷൻസ്, ഏതൊക്കെ ടൈപ്പ് കീബോർഡുകളാണ്, ഏതൊക്കെ ടൈപ്പ് മൗസ് ആണുള്ളത് അല്ലെ? ഡിഫറെന്റ് ടൈപ്പ് മൗസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, ഓപ്റ്റിക്കൽ മൗസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. 2 ബട്ടൺസ് ഉള്ള മൗസ്, 3 ബട്ടൺസ് ഉള്ള മൗസ്, ഇതൊക്കെ വ്യത്യാസങ്ങളാണ് അതിന്റെ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചോളാം. ഒക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാം. കീബോർഡാണ്, കീബോർഡിന്റെ കേസിലാണെങ്കിൽ കൊട്ടി കീബോർഡാണ് അല്ലെ? ഒരു കമ്പ്യൂട്ടർ കീബോർഡിൽ എന്തൊക്കെ ആൽഫാ ന്യൂമറിക് കീസ് ഉണ്ടാവും, പങ്ക്ച്വേഷൻ കീസ് ഉണ്ടാവും, സ്പെഷ്യൽ കീസ് ഉണ്ടാവും അല്ലെ? അതൊക്കെ എഴുതി വെച്ചോളട്ടോ. അതൊക്കെ അറിയണതാണ്. അറിയണമെങ്കിലും നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതേപോലെ മൗസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൗസ് ഉണ്ട്. മെക്കാനിക്കൽ മൗസും ഉണ്ട്, ഒപ്റ്റിക്കൽ മൗസും ഉണ്ട്. ആ വേരിയേഷൻസും എന്തായാലും മനസ്സിലാക്കണം. ഒപ്റ്റിക്കൽ മൗസിൽ ലേസർ റൈസ് ആണ് എന്തിന് യൂസ് ചെയ്യണത്? മൗസ് കഴ്സർ മൂവ്മെന്റിന് യൂസ് ചെയ്യണത് ലേസർ റൈസ് ആണ് അല്ലെ? മറ്റേതിലോ മെക്കാനിക്കൽ മൗസിലാണെങ്കിൽ ബോൾ മൂവ്മെന്റ് ആണ് അല്ലെ? ബോൾ മൂവ് ചെയ്യുമ്പോഴാണ് കഴ്സർ മൂവ് ചെയ്യുക. അപ്പം ആ ഒരു വേരിയേഷൻ, അതായത് നമ്മളിപ്പോ ഇതിങ്ങനെ പറയുന്നത് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ നമ്മളെ കുറേയൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോയാൽ മതി. അതേസമയം ആ ബുക്ക് വായിക്കാൻ നമുക്ക് തന്നെ ഒരു നമ്മൾ വായിക്കില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന മൊഡ്യൂളിൽ ഇന്ന കാര്യങ്ങളാണുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമാകും. ഒരു പ്രാവശ്യമെങ്കിലും കേട്ടാലും അത് എളുപ്പമാകും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണത്. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കാനേ ഞാൻ പറയും. മനസ്സിലായില്ലേ? ട്രാക്ക് ബോൾ ഉണ്ട് കേട്ടോ. ട്രാക്ക് ബോൾ ഇതും പഠിച്ചു വെച്ചോളാം. ജോയ്സ്റ്റിക്ക് പണ്ടൊക്കെ ഗെയിം കളിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ് ഈ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. പിന്നെ കുറെ പിക് ഡിവൈസസുകൾ ഉണ്ട്. പിക് ഡിവൈസസുകളാണ് ലൈറ്റ് പെന്ന് അല്ലെ? ലൈറ്റ് പെന്നൊക്കെ ഒരു പെൻ ലൈക്ക് അല്ലെ? പെൻ ലൈക്ക് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്.
അപ്പം ലൈറ്റ് പെൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ലൈറ്റ് പെന്നും ചോദിച്ചത് ചോദ്യമാണ്. ടച്ച് സ്ക്രീൻ അതൊന്നും അങ്ങനെ ഇതുവരെ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ലൈറ്റ് പെൻ ചോദിച്ചിട്ടുണ്ട്, മൗസ് മനസ്സിലായില്ലേ? അതെന്തായാലും നിങ്ങൾ പഠിക്കണം. പിന്നെ MICRും ബാർകോഡും ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഈ മൗസും കീബോർഡും നമ്മൾ സിമ്പിളാക്കി വെച്ചതുമാണ്, പക്ഷെ അത് ഒരുപാട്, അതായത് അതിന്റെ വേരിയേഷൻസ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നതുകൊണ്ടായിരിക്കണം അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടത്. പിന്നെ മൗസും ട്രാക്ക് ബോളും തമ്മിലുള്ള കമ്പാരിസൺസും ഒരുപാട് തവണ ചോദിച്ചതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് അതിന്റെ കമ്പാരിസൺ. ഇനി പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കണ്ടെത്താനൊന്നുമില്ല. അത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായില്ലേ? അതൊക്കെ ഷോർട്ട് നോട്ട് എഴുതി 5 മാർക്ക് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഔട്ട്പുട്ട് ഡിവൈസിന്റെ കേസിൽ ഔട്ട്പുട്ട് ഡിവൈസ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഏത്? മോണിറ്റർ. മോണിറ്ററിന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? മോണിറ്ററിന്റെ കാര്യം പറയില്ല. പ്രിന്റർ ആണ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളത്. പ്രിന്റർ ചോദിച്ച ചോദ്യമാണ്. പ്രിന്റർ എന്തായാലും പഠിക്കണം. മനസ്സിലായില്ലേ? പ്രിന്റർ ഡിഫറെന്റ് ടൈപ്പ് പ്രിന്റേഴ്സ് ഉണ്ട്. അത് ഏതെങ്കിലും 2 ടൈപ്പ് പ്രിന്റർ തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുക. അത് ഒരു പ്രിന്റർ വേറൊരു പ്രിന്ററിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഡ്രോബാക്സ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിന്റർ ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രിന്റർ നന്നായിട്ട് പഠിക്കണം. പല ടൈപ്പ് പ്രിന്റർ ഉണ്ട് അല്ലേ? ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. 2 ടൈപ്പ് പ്രിന്റർ ആണുള്ളത്, ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇതിന് മുന്നേ പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് ഇതുപോലെയുള്ള പ്ലോട്ടർ. ഇതും പ്രത്യേകമായിട്ട് ചോദിച്ചതാണ്. ഈ പ്രിന്ററും പ്ലോട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിന്റർ ആൻഡ് പ്ലോട്ടർ? രണ്ടും പ്രിന്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന സ്ഥലം വ്യത്യാസമുണ്ട്. എന്താണ് പ്രിന്ററും പ്ലോട്ടറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു. പ്രിന്ററും പ്ലോട്ടറും തമ്മിലുള്ള വ്യത്യാസം ആർക്കും അറിയില്ലേ? പ്രിന്ററും പ്ലോട്ടറും ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതായത് അത് യൂസ് ചെയ്യുന്ന സ്ഥലം, അപ്ലിക്കേഷൻ എവിടെയോ 2 സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത്. എന്താണ് വ്യത്യാസം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ വരയ്ക്കുന്ന ഡ്രോയിങ് പെൻസ് ഉപയോഗിച്ചിട്ട് ചിത്രം ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുക. അത് മറ്റേ മെയിനായിട്ട് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പർപ്പസിനോ അങ്ങനത്തെ ഓരോരോ ആവശ്യങ്ങൾക്കാണ് ഈ പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. സ്കെച്ച് പെൻസൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. പ്രിൻ്റർ ആണെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ആവശ്യങ്ങൾക്ക് ലേസർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് പ്രിൻ്റർ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ശരിയാണ് അശ്വിൻ ഗിരീഷ് പറഞ്ഞത് കറക്റ്റാണ്. പ്രിന്ററും പ്ലോട്ടറും പ്രിന്റിംഗ് ഡിവൈസ് ആണ്. പക്ഷെ പ്രിന്റർ യൂസ് ചെയ്യുന്നത് സാധാ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടാണ്. പ്ലോട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താണ്? ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് അല്ലേ? ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ്, അതായത് പ്രധാനമായിട്ടും എൻജിനീയേഴ്സും ഒക്കെയാണ് ഈ പ്ലോട്ടർ യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? പ്ലോട്ടർ യൂസ് ചെയ്യുക. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചത് പ്രിന്ററിന്റെ വേരിയേഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് പ്രിന്റർ ആണ് ചോദിച്ചത്. 2 ടൈപ്പ് പ്രിന്റർ ഉണ്ട്, ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും.
അല്ലെ? ഇമ്പാക്ട് പ്രിന്ററിൽ തന്നെ പല ടൈപ്പ് പ്രിന്റേഴ്സ് ഉണ്ട്, നോൺ ഇമ്പാക്റ്റിലും ഉണ്ട്. ഈ ഇമ്പാക്ട്, നോൺ ഇമ്പാക്ട്, ഇതിങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും? പറയൂ. ഇമ്പാക്ട്, നോൺ ഇമ്പാക്ട്, എന്താണ് അതിന്റെ രണ്ടിന്റെ മീനിങ്? എന്തോ ഒരു ചെറിയ ടെക്നോളജിയിലുള്ള വ്യത്യാസമാണ്, പ്രിന്റിംഗ് ടെക്നോളജിയിലുള്ള ഒരു വ്യത്യാസമാണ് ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇമ്പാക്ട് ചെയ്യാന്നുള്ള, ഇമ്പാക്ട് എന്നുള്ള ടച്ചിങ് എന്നുള്ള ഒരു മീനിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വരുത്താം. അപ്പം എന്തായിരിക്കും ഈ ഇമ്പാക്ട് നോൺ ഇമ്പാക്ട് എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം? പേപ്പറുമായിട്ടുള്ള ഹാമർ സ്ട്രൈക്കിങ്ങിലുള്ള വ്യത്യാസമാണ് കേട്ടോ ഇമ്പാക്റ്റ് നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റിൽ പേപ്പറുമായിട്ട് എന്ത് ചെയ്യും, അത് ടച്ച് ചെയ്യും, മറ്റേതിൽ അത് ടച്ച് ചെയ്യൂല. അതുകൊണ്ടാണ് നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. ഈ ടെക്നോളജിയിലുള്ള വ്യത്യാസം മൂലം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രിന്റേഴ്സ് പഠിച്ചു വെക്കണം, എന്തായാലും പഠിച്ചു വെക്കണം. അതും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് പ്രിന്റേഴ്സ്. ക്യാരക്ടർ പ്രിന്റർ ഉണ്ട്. ക്യാരക്ടർ പ്രിന്ററിൽ വരലാണ് എന്ത്, ഡെയ്സി വീൽ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഒക്കെ. ക്യാരക്ടർ പ്രിന്ററിൽ ഓരോ ക്യാരക്ടർ ആയിട്ടാണ് അതവിടെ പ്രിന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ക്യാരക്ടർ പ്രിന്റർ. പിന്നെ അതൊക്കെ എന്താണ്, ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്നതാണ്. ഇതിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വളരെ വൃത്തിയിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വായിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. പിന്നെ ലൈൻ പ്രിന്റർ ഉണ്ട്, പേജ് പ്രിന്റർ ഉണ്ട്. പിന്നെ വരുന്നതാണ് എന്ത്, നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്നതാണ് ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ ഒക്കെ. അപ്പം മറ്റതിനേക്കാൾ, അതായത് ഇമ്പാക്റ്റിനേക്കാളും കുറേ കൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും നോൺ ഇമ്പാക്ട് പ്രിന്റർ ആയിട്ടുള്ള ലേസർ പ്രിന്ററിനൊക്കെ ആയിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റിങ് നമുക്ക് കിട്ടുന്നത് ലേസർ പ്രിന്ററിൽ നിന്നാണ്. അപ്പോൾ അത്രയും ആ പ്രിന്ററിന്റെ കേസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഡോട്ട് മെട്രിക്സ്, ലേസർ, ഇങ്ക് ജെറ്റ് പ്രിന്റർ, ഈ 3 പ്രിന്ററാണ് ഇതുവരെ ചോദിച്ചത്. മനസ്സിലായില്ലേ? ഡെയ്സി വീലൊന്നും ഇതുവരെ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഇങ്ക് ജെറ്റ്, ലേസർ ആൻഡ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇത് 3 ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഇമ്പാക്റ്റ് എന്നും നോൺ ഇമ്പാക്റ്റ് എന്നും മനസ്സിലാക്കി വെക്കുക. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ പ്ലോട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് പ്രിന്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. അതും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടറും 2 ടൈപ്പ് ഉണ്ട്. ഡ്രം പ്ലോട്ടർ ഉണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഉണ്ട്. അതും ഒന്ന് പ്ലോട്ടറിന്റെ ടൈപ്സ് മനസ്സിലാക്കിയ. പ്ലോട്ടർ അധികം ചോദിച്ചിട്ടില്ല, പക്ഷെ പ്ലോട്ടറും പ്രിന്ററും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിച്ചത്. അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രിന്ററിൽ വരുന്ന ആ 3 പ്രിന്റർ, ലേസറും ഇങ്ക് ജെറ്റും ഡോട്ട് മെട്രിക്സും, അതും നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സ്പീക്കറും മൈക്രോഫോണും, ഇതൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഔട്ട്പുട്ട് ഡിവൈസിൽ. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ള ആ പോർഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഇത്ര യൂണിറ്റ് 4 ഉള്ളൂ. യൂണിറ്റ് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി ആ മൊഡ്യൂളിൽ ഒരു യൂണിറ്റ് 5 നമുക്ക് ബാക്കിയുള്ളൂ. അപ്പൊ ഇതുവരെ പഠിച്ചതിൽ യൂണിറ്റ് 1 നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ജനറേഷന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനറേഷൻ പഠിക്കാനുണ്ടായിരുന്നു അല്ലെ? ജനറേഷൻ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് കൺവേർഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയതാണ്, അത് പഠിക്കണം. കൺവേർഷൻ പഠിക്കണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റാൻഡേർഡ് കോഡ്, 2 ടൈപ്പ് സ്റ്റാൻഡേർഡ് കോഡ് നമ്മൾ പഠിച്ച് ആസ്കി ആൻഡ് യൂണിക്കോഡ്, അത് പഠിക്കണം. പിന്നെ എന്താണ് ഇൻസ്ട്രക്ഷന്. പിന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ്? ഡാറ്റ പ്രോസസ്സിങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ ഇൻസ്ട്രക്ഷൻ, എന്താണ് ഇൻസ്ട്രക്ഷന്, പിന്നെ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്ട്രക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ച മെമ്മറിയാണ്. മെമ്മറി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി, ദെൻ മെമ്മറി ഹൈറാർക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ അതിലെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആക്സസ് ടൈം അല്ലേ? സി പി യുവിൻ്റെ ആക്സസ് ടൈം. ഹാർഡ് ഡിസ്കിൻ്റെ ആക്സസ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിലുള്ള 2 ടേം, സീക്ക് ടൈം ആൻഡ് ലേറ്റൻസി ടൈം, അത് പഠിക്കുക. പിന്നെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ എന്ത് ചെയ്യുക? കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ യൂണിറ്റ് 4 പഠിച്ച ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഞാൻ പറഞ്ഞു ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിക്കുക, അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കണം. ഇൻപുട്ട് ഡിവൈസിൽ കീബോർഡ്, മൗസ്, ട്രാക്ക് ബോൾ, MICR. MICR ഒക്കെ ടെക്സ്റ്റിൽ ഉണ്ട് എന്നാ പറയുന്നത്, ഉണ്ട് അല്ലേ? ഇല്ലാന്ന് വിചാരിച്ചു. MICR ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. MICR-ഉം പിന്നെ OMR-ഉം ബാർകോഡ് റീഡറും. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഔട്ട്പുട്ട് ഡിവൈസിൽ പ്രിന്ററും പ്ലോട്ടറും. പ്രിന്ററിന്റെ ക്ലാസിഫിക്കേഷന് ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ്, അതിൽ ഇതുവരെ ചോദിച്ചത് ലേസറും ഇൻഡിജർ. എങ്ങനെയാണ് ചോദിക്കട്ടോ, ഏതിനാണ് ഇപ്പോൾ ലേസറും ഡോട്ട് മെട്രിക്സും ഉണ്ട്, ഏതിനാണ് നമുക്ക് ക്വാളിറ്റിയുള്ള പ്രിന്റിങ് കിട്ടുക, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഡോട്ട് മെട്രിക്സിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് അല്ലേ? കോസ്റ്റ് കുറവ് ഡോട്ട് മെട്രിക്സിനാണ്, അതൊക്കെ നമുക്ക് അറിയണതാണ്. പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും, അതൊക്കെ നമുക്കറിയണം. അതൊക്കെ നോർമൽ കേസിൽ നമ്മൾ സാധാരണ കേട്ടും കണ്ടും പരിചയമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് അത് അറിയണതായതുകൊണ്ട്, പക്ഷെ ജസ്റ്റ് ഒന്ന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങളെ ബുക്ക് കൊടുത്തതുകൊണ്ട് നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അങ്ങനെ തന്നെ വായിച്ച് നോക്കുക. ഒക്കെ വളരെ ഈസിയാണ്, എളുപ്പമാണ്, നല്ല മാർക്ക് നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ആകെ നമുക്ക് അതിലൊരു യൂണിറ്റ് 5 ബാക്കി കിടക്കുന്നുള്ളൂ. ആ മൊഡ്യൂൾ അവിടെ തീരും. പിന്നെ 3 മൊഡ്യൂളാണല്ലോ, 3 ബ്ലോക്ക് ആണല്ലോ നമുക്കുള്ളത് പഠിക്കാൻ അല്ലേ? അതിൽ ഫസ്റ്റ് ബ്ലോക്കാണ് ഇപ്പം ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പഠിക്കൽ നിങ്ങൾ 5th ചാപ്റ്റർ, ഒരു ചാപ്റ്ററും കൂടെ അതിലുള്ളൂ. അതിനി ഡിസ്കസ് ചെയ്യാൻ ടൈം ഇല്ലാന്ന് തോന്നുന്നു, ആകെ 5 മിനിറ്റേ ഉള്ളൂ. അത് വളരെ ഈസിയാണ്. എന്താണ് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ മൈ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നാണ് അല്ലേ? മൈ പേഴ്സണൽ കമ്പ്യൂട്ടർ, ഡിഫറെൻറ്റ് ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, നെറ്റ്ബുക്ക്, ടാബ്ലറ്റ്, PC, അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അപ്പം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് അല്ലേ? പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സോഫ്റ്റ്വെയർ കമ്പണൻസ്, ആണുള്ളത്. എന്താണ് സോഫ്റ്റ്വെയർ അല്ലേ? അതൊക്കെ നിങ്ങൾക്കും അറിയണതൊക്കെ തന്നെയാണത്. ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിനൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ഓടിച്ചു പോവാം. അതേ ഉള്ളൂ, അതോടുകൂടി ബ്ലോക്ക് 1 തീരും. നിങ്ങൾ ലാബിൻ്റെ ഒക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? ലാബൊക്കെ അസൈൻമെന്റ് വെച്ചോ? ഞാൻ മൊഡ്യൂളോടെ ഉള്ളൂ, അത് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് സെക്കൻഡ് ചാപ്റ്റർ, സെക്കൻഡ് ബ്ലോക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ സമയമില്ല ഡിസ്കസ് ചെയ്യാൻ. ലാബ് നിങ്ങളൊക്കെ ചെയ്തോ? ലാബ് അസൈൻമെന്റ് നമ്മളെ കോഴിക്കോട്ടുകാരിങ്ങനെയല്ലേ, ഒരാളെ കിട്ടിയാൽ സ്നേഹിച്ചാണ് കൊല്ലും. അതാണ്. എന്നാ പണിയെടുക്കട്ടെ.
സജസ്റ്റ് ചെയ്തത് ഈ BVS ആണ്. നല്ല കളറും നല്ല എന്താ പറയാ ഒരുവിധ ആളൊക്കെ ലാബ് അസൈൻമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? മറ്റേ നല്ല പഠിച്ചു ഇതിന്റെ BCS 011 വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാസം എടുത്തിട്ടുണ്ട്. ഏതായാലും ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇപ്പോഴേയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് വായിച്ചു തുടങ്ങുക. ജൂണിലല്ലേ എക്സാം ഉണ്ടാവുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.